ചേച്ചി 8 സെക്കൻഡിൽ മരിക്കുന്ന ഡയബറ്റിക്കും 7 സെക്കൻഡിൽ മരിക്കുന്ന ഈ ഓവർ വെയിറ്റ് ഒക്കെ 100% ചേച്ചിയുടെ കയ്യിലാണ് കൺട്രോൾ. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഡെയിലി ബിരിയാണി, ഡെയിലി മന്തി. ഹൗ അമ്മയെ സംബന്ധിച്ചിടത്തോളം യൂസഫ് അലി അംബാനിയും പോലും സേഫ് അല്ല. 10 ദിവസം കൊണ്ട് 5 കിലോ കുറയ്ക്കും. നിങ്ങൾക്ക് ഈ സാധനം കഴിച്ചാൽ നിങ്ങളുടെ വെയിറ്റ് അറിയത്തില്ല. ഡോക്ടർ അല്ലേ, ഇത്രയും വലിയൊരു ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയല്ലേ, ഒരു 50,000 രൂപ മാസം. യഥാർത്ഥത്തിൽ കണ്ണാടി വെച്ച പയ്യനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാറില്ല, ഹിയറിംഗ് എയ്ഡ് വെച്ച പയ്യനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഹോളിസ്റ്റിക് അപ്രോച്ച്. ഞാൻ എപ്പോഴും ആത്മയെ പറ്റി പറയുന്നത് ആത്മരോഗങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്ന സ്ഥലമല്ല. നാച്ചുറോപ്പത്തിയും ആയുർവേദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡിസിപ്ലിൻ ഇൻ യുവർ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് തന്നെയാണ് ഉദാഹരണം. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കില്ലായിരുന്നു. ഇത് എത്ര വർഷം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല കാര്യം, ജീവിച്ചിരിക്കുന്ന കാലം എങ്ങനെ നിങ്ങൾ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് കാര്യം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ രഞ്ജനി ഹരിദാസ്. വെൽക്കം ടു റൂട്ടഡ് ഫ്രം വെയർ ഇറ്റ് ഓൾ ബിഗാൻ. നിങ്ങൾക്കറിയാം, ഇന്നത്തെ ഈ കാലത്ത് നമ്മളെല്ലാവരും കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയി മാറിയിട്ടുണ്ട് അല്ലേ? ആൻഡ് അത് മാത്രമല്ല, കുറച്ചുകൂടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള നാച്ചുറൽ അപ്രോച്ചസ് ആണ് നമ്മളെല്ലാവരും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇത് ഇംഗ്ലീഷ് മെഡിസിൻ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, ബട്ട് ഇൻ എ വേ ടു അണ്ടർസ്റ്റാൻഡ് ആ ഹെൽത്ത് ആൻഡ് വെൽനെസ് ബെറ്റർ. എന്താണ് നമ്മളുടെ അസുഖം എന്ന് ചോദിക്കുന്നതിനെക്കാട്ടും എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നത് എന്ന് ചോദിക്കുന്നതിലാണ് പ്രസക്തി അല്ലേ? ആൻഡ് ദാറ്റ് എക്സാക്ട്ലി ഇസ് ദ ഹാർട്ട് ഓഫ് നാച്ചുറോപ്പത്തി. ആൻഡ് ഇന്ന് റൂട്ടഡിൽ എൻ്റെ ഗസ്റ്റായി എത്തുന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. I'd like to welcome to Rooted from Where It All Began, founder and director of Atma Wellness, Dr. Abhijit Karma. വെൽക്കം, സ്വാഗതം. ഇത്രയും ദിവസം ഞങ്ങൾ ഫോണിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ആദ്യമായിട്ടല്ലേ നമ്മൾ കാണുന്നത്? മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല. ഷുവർ അല്ലേ? നിനക്കൊരു സംശയം? കണ്ടിട്ടില്ല. ആദ്യം തന്നെ എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം, അഭിജിത്തിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ കോവിഡ് സമയത്ത് പഠനം കഴിഞ്ഞു അല്ലേ? 2021 കറക്റ്റ് അല്ലേ? അതില് നാച്ചുറോപ്പത്തി ആൻഡ് യോഗിക് സയൻസിൽ മംഗലാപുരത്ത് നിന്നും യു ഗോട്ട് യുവർ ഡിഗ്രി. പിന്നെ ആ വർഷം തന്നെ മറ്റൊന്നും ആലോചിക്കാതെ, യൂഷ്വലി ആൾക്കാർ ഒരു ഡിഗ്രി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോകണം, അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇത് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ എന്തായിരുന്നു ഒരു പ്രചോദനം? ആത്മ വെൽനസ്. ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ പഠിക്കുന്ന ഇപ്പൊ BAMS ആയിക്കോട്ടെ, BNYS ആയിക്കോട്ടെ, ആയുഷിന്റെ കീഴിലുള്ള കോഴ്സുകളാണുള്ളത്. അതെ, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഡോക്ടറാണ് അല്ലേ? അപ്പൊ ഞാനൊരു ഡോക്ടറാണ്. അല്ലേ? അതെ അതെ. അപ്പോ ഒരു ഡോക്ടർക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എത്രയാണ്? ഐ ഹാവ് നോ ഐഡിയ. എങ്കിലും നിങ്ങളൊരു നിങ്ങൾക്കൊരു ഊഹം ഉണ്ടാവുമല്ലോ, യു ആർ ദേർ ഇൻ ദിസ്. സത്യം പറയട്ടെ, ഒരു ഊഹവും ഇല്ല. എങ്കിലും എത്ര ഉണ്ടാവണം? ഡോക്ടർ അല്ലേ, ഇത്രയും വലിയൊരു ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയല്ലേ? ഒരു 50,000 രൂപ മാസം, 25,000 സ്വന്തം ചെറിയ സ്ഥലങ്ങളാണെങ്കിൽ. 50,000 എന്നുള്ളത് മറ്റേ പെട്ടെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ ചിലപ്പോൾ നമ്മുടെ സാലറി ആയിട്ട് പെട്ടെന്ന് ചേരുമായിരിക്കും. 15,000 ആണ് ഒരു ഡോക്ടർക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നത് മാസം. 15,000 സ്ട്രേറ്റ് ഔട്ട് ഓഫ് കോളേജ്. അത് സ്ട്രേറ്റ് ഔട്ട് ഓഫ് കോളേജ് അല്ല, ഒരു 2-3 വർഷം കഴിഞ്ഞാൽ അത്രയൊക്കെ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. 10,000 രൂപയ്ക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ജോലി ഇല്ലാഞ്ഞിട്ട് 10,000 രൂപയ്ക്ക് മുതൽ പോകുന്ന ഡോക്ടേഴ്സിനെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോ സ്റ്റോപ്പ്, ഈ പഠിക്കാൻ എത്ര ചെലവുണ്ട്? അതാ ഞാൻ പറഞ്ഞത്. കറക്റ്റ്. അപ്പോൾ പഠിക്കാനൊക്കെ എനിക്കൊന്ന് 30 ലക്ഷം 40 ലക്ഷം ഒക്കെയാണ് മാനേജ്മെന്റിൽ പഠിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഒരു 10-15 ലക്ഷം രൂപയൊക്കെ ഫീസ് കൊടുത്തൊക്കെയാണ് പഠിക്കുന്നത് കോമൺലി, ജനറലി നോക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞ് കംപ്ലീറ്റ് വരുമ്പോൾ നമ്മളുടെ മുമ്പിൽ 3-4 ഓപ്ഷൻസ് ഉണ്ട്. കേരളത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിട്ടൊരു ഓപ്ഷനേ അല്ല. കാശ് കുറവായതുകൊണ്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന നാച്ചുറോപ്പതി ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ, ഈവൻ മോഡേൺ മെഡിസിൻ ആയിക്കോട്ടെ, ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും സിലബസ് ഒക്കെ സെയിം ആണ്. കറക്റ്റ്. ഇപ്പം ഫസ്റ്റ് ഇയറിൽ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി ആണ് അവരും പഠിക്കുന്നത്, നമ്മളും പഠിക്കുന്നത്. സെക്കൻഡ് ഇയറിൽ മൈക്രോബയോളജി, പാത്തോളജി ഒക്കെയാണ് നമ്മളും പഠിക്കുന്നത്. സോ കഷ്ടപ്പാട് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ കഷ്ടപ്പെട്ട് കേരളത്തിൽ ജോലി ചെയ്യാന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു ഓപ്ഷനേ അല്ല. പിന്നെ നമുക്ക് 2-3 ഓപ്ഷനാണുള്ളത്. ക്രൂസിൽ പോവാം. ക്രൂസിൽ, ലക്ഷറി ക്രൂസിൽ, വെൽനസ് ഏരിയയിൽ നല്ല നല്ല പേയ്മെൻറ്റോടുകൂടി പോവാം. അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് നമുക്ക് ജോലി നോക്കി പോവാം. ഇങ്ങനെയൊക്കെയാണ് 2-3 ഓപ്ഷൻസ് ഉള്ളത്. പക്ഷേ ഇതിൽ ബേസിക്കലി ഞാൻ ഹാപ്പി അല്ല. എനിക്ക് നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ഇഷ്ടത്തിന് ജീവിക്കണം എന്നൊക്കെ ഉള്ളൊരു വളരെ സാധാരണക്കാരൻ്റെ ആവശ്യമാണല്ലോ. ഈ ഒരു റിയലൈസേഷൻ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നോ? സ്വന്തമായിട്ട് തന്നെ സ്വന്തമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിൽക്കണം എന്നുള്ളതിന്റെ ഉറച്ച തീരുമാനം. എന്തുകൊണ്ട്? അല്ല, എനിക്ക് എൻ്റെ നാട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 2020 ഞാൻ ഈ കോവിഡിന്റെ ഫസ്റ്റ് വേവ് സെക്കൻഡ് വേവിന്റെ മുമ്പ്
ഞങ്ങൾ ഞാനും എൻ്റെ ബ്രദറും എൻ്റെ കസിൻ ബ്രദറും വേറൊരാളുടെ കൂടെ ഞങ്ങളൊരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തു. അതായത് അതൊരു ജനുവരിയിലാണ്. ഫസ്റ്റ് കോവിഡ് കഴിഞ്ഞ് സെക്കൻഡ് വേവിന് തൊട്ട് മുമ്പായിട്ടുള്ള ടൈമാണ്. എല്ലാവരും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, ഒന്നും ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, എങ്ങോട്ടാണ് നമ്മൾ എന്നുള്ളൊരു ഐഡിയ ഇല്ലാതെ എല്ലാവരും നിൽക്കുന്നൊരു സമയമാണ്. അങ്ങനെയാണ് ആ സമയത്ത് റോഡ് ട്രിപ്പ് ഞങ്ങൾ ചെയ്തത്. ആ റോഡ് ട്രിപ്പ് ചെയ്തത് ഞങ്ങൾ 20 സ്റ്റേറ്റിൽ 42 ദിവസം കൊണ്ട് ഒരു സ്വിഫ്റ്റ് കാറിലാണ് പോയത്. ഒരു ദിവസം പോലും റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ടില്ല. എല്ലാ ദിവസവും പെട്രോൾ പമ്പിലും ധാബയിലും ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്തുള്ള ഒരു റോഡ് ട്രിപ്പായിരുന്നു. ആ റോഡ് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് കോട്ടയത്ത് വരുമ്പോൾ ആ സമയത്ത് ഈ ക്വാറന്റൈൻ എന്ന് പറഞ്ഞൊരു കലാപരിപാടി ഉണ്ട്. വന്നിട്ട് ക്വാറന്റൈൻ കിടക്കണം, എന്നിട്ട് നിങ്ങൾ മറ്റേ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവോ നെഗറ്റീവോ എന്നൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കറങ്ങിയിട്ട് തിരിച്ച് വന്നപ്പോൾ ക്വാറന്റൈനിൽ കിടക്കണം ഞങ്ങൾ 4 പേരും. ക്വാറന്റൈനിൽ കിടക്കണമെങ്കിൽ ആ സമയത്ത് ഹോട്ടൽ റൂമിൽ കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, വെരി കോസ്റ്റ്ലി ആണ്, പിന്നെ നമുക്കും പ്രായോഗികമായിട്ട് കുറച്ച് പ്രശ്നമുണ്ട്. അങ്ങനെയാണ് എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വീട് പനച്ചിക്കാട്, കോട്ടയത്ത് പനച്ചിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അത് കാട് പിടിച്ച് കിടക്കുകയാണ്, അവിടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ പനച്ചിക്കാട് ഒരു വീട്ടിൽ ഈ ക്വാറന്റൈനിൽ 14 ദിവസം കിടക്കാൻ വേണ്ടിയാണ് ആ വീട്ടിലേക്ക് പോകുന്നത്. ആ വീട്ടിൽ പോയി ആ വീട് 11 വർഷമായിട്ട് താമസിക്കുന്നില്ല, 11 years. അപ്പോൾ എല്ലാ കാടാണ്. ആ കാട് ഞങ്ങൾ ഈ 14 ദിവസം കൊണ്ട് ക്ലീൻ ചെയ്ത് അകത്ത് കയറി താമസിച്ച് ഞങ്ങൾ ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തപ്പോൾ ഒരു പഴയ 4 കെട്ടാണ്. 3 റൂമേ ഉള്ളൂ, പക്ഷേ വളരെ വൃത്തിയായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പണിതൊരു 4 കെട്ടാണ്. ആ 4 കെട്ടിൻ്റെ ഓണേഴ്സ് അമേരിക്കയിലാണ്. അതുകൊണ്ടാണ് അത് അവിടെ താമസിക്കാനില്ലാത്തതുകൊണ്ടാണ് അതിങ്ങനെ അടഞ്ഞു കിടക്കുന്നത്. അങ്ങനെയാണ് ആക്ച്വലി ഫസ്റ്റ് തോട്ട് വരുന്നത്. ഈ ട്രിപ്പും കഴിഞ്ഞ് ക്വാറന്റൈനിൽ കിടക്കാൻ വേണ്ടി കാട്ടിലെ ഒരു വീട്ടിൽ പോയി ക്ലീൻ ചെയ്ത് വീട് കണ്ടപ്പോൾ ആ വീട്ടിലാണ് 2021 ആത്മ സ്റ്റാർട്ട് ചെയ്യുന്നത്. റിയലി ആ വീടാണ് ആത്മയുടെ സ്റ്റാർട്ടിങ് ഫസ്റ്റ്. ആ 4 കെട്ടിലെ 3 റൂമിൽ നിന്നാണ് ആത്മ തുടങ്ങിയത്. അപ്പോൾ ആ വീട്ടിൽ നമുക്കിങ്ങനെ ആ വീടിങ്ങനെ വന്നപ്പോഴാണ് നമ്മൾക്കൊരു തോട്ട് ലൈക്ക് ക്യാൻ വി സ്റ്റാർട്ട് സംതിങ് ഓവർ ഹിയർ എന്നുള്ളത്. അപ്പോൾ അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ പപ്പേട്ടൻ എന്നാണ്, പത്മകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പപ്പേട്ടനോടൊന്ന് ചോദിക്കാവോ, എനിക്ക് അവിടെ ഒരു നാച്ചുറോപ്പതി ഇങ്ങനെ വെൽനസ് സെൻറ്റർ തുടങ്ങിയ താല്പര്യമുണ്ട്. അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെയോ എൻ്റെ അമ്മയുടെ വീട്ടിൽ ആരും ബിസിനസ് ചെയ്തിട്ടില്ല. അച്ഛൻ അമ്പലത്തിൽ പൂജാരിയായിരുന്നു, അമ്മ സ്കൂൾ ടീച്ചറാണ്, അമ്മ സംസ്കൃതം ടീച്ചറാണ്. അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ ഒരു ബിസിനസ്സിലേക്ക്. അച്ഛൻ്റെ അമ്മയുടെ വീട്ടിൽ ആരും ഇതുവരെ എൻ്റെ അറിവിൽ ഇതുവരെ ആരും ബിസിനസ് ചെയ്തിട്ടില്ല. അമ്മയൊക്കെ 9 മക്കളാണ്, 9 മക്കൾക്കും ഗവൺമെന്റ് ജോലിയാണ്. 9 മക്കൾക്കും ഗവൺമെന്റ് ജോലി. ട്രഡീഷണൽ അതാണ് കറക്റ്റ്. അപ്പൊ അമ്മയെ സംബന്ധിച്ചിടത്തോളം യൂസഫ് അലി അംബാനി പോലും സേഫ് അല്ല. അമ്മ ഇപ്പോഴും എൻ്റെ അമ്മ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം അത് മാത്രമല്ലേ, ഇപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കിട്ടിയ സമയം കോവിഡാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം കോവിഡിന്റെ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ശമ്പളം കിട്ടിയിട്ടുണ്ട്, എൻ്റെ അച്ഛനും ശമ്പളം കിട്ടിയിട്ടുണ്ട്. എൻ്റെ അമ്മ സ്കൂളിൽ പോയി പഠിപ്പിച്ചിട്ടില്ല, ഓൺലൈനിലാണ് ക്ലാസ്സുകൾ. പക്ഷേ എങ്കിലും അവരുടെ ശമ്പളം കുറഞ്ഞിട്ടില്ല. ആ സമയത്ത് ബിസിനസ്സുകാരൊക്കെ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പം ആ സമയത്താണ് നമ്മളിത് പറയുന്നത്. അപ്പം നമ്മളുടെ അമ്മയുടെയൊക്കെ വിശ്വാസം എന്ന് വെച്ചാൽ എന്താണെങ്കിലും ഇത് വിജയിക്കത്തില്ല, അപ്പം അവൻ പരിശ്രമിച്ചോട്ടെ എന്നുള്ള രീതിയിൽ പപ്പേട്ടനോട് ചോദിച്ചു. പപ്പേട്ടൻ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2021 ജൂലൈയിൽ ഞാൻ ആ വീട്ടിലാണ് ആത്മ സ്റ്റാർട്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് ആത്മ? എന്തൊക്കെയാണ് ആത്മയിൽ ഉള്ള നിങ്ങൾ കൊടുക്കുന്ന സർവീസസ്? ആത്മ ബേസിക്കലി ഈ പറഞ്ഞതുപോലെ നമ്മളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം പോലെ ഹെൽത്തിനെ പറ്റി ചിന്തിക്കുന്ന സ്ഥലമാണ്. ഞാൻ എപ്പോഴും ഹോളിസ്റ്റിക് അപ്രോച്ച്. ഞാൻ എപ്പോഴും ആത്മയെ പറ്റി പറയുന്നത് ആത്മരോഗങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്ന സ്ഥലമല്ല, ആത്മ ആരോഗ്യത്തെ പറ്റി ചർച്ച ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ രോഗങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്ന കുറേയധികം സ്ഥലങ്ങൾ നമ്മളുടെ ചുറ്റുമുണ്ട്, പക്ഷെ ആരോഗ്യത്തെ പറ്റി ചർച്ച ചെയ്യുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ കോവിഡിൻ്റെ ഒരു പോയിന്റിൽ ചേച്ചി നിന്നു. അപ്പം കോവിഡിന്റെ സമയത്ത് ചേച്ചി എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട്? ഹെൽത്തിന്റെ പ്രിക്കോഷൻസ് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനൊന്നും അസുഖം വരാതിരിക്കാൻ നോക്കുക എന്നല്ലാതെ മാസ്ക് ഇട്ടു, ആൾക്കാർ പറഞ്ഞൊക്കെ തന്നെ. അപ്പം മാസ്ക് ഇട്ടു, സാനിറ്റൈസർ ഉപയോഗിച്ചു. പിന്നെ നമ്മൾ ഈ കുറച്ചുകൂടെ ഈ വെൽനെസ്, ഈ ഷോർട്സ് ഒക്കെ രാവിലെ ടർമറിക്, മഞ്ഞൾ അതൊക്കെ ഡീറ്റോക്സ് ആണ്, നാരങ്ങ, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ. പിന്നെ സോഷ്യൽ ഗ്യാതറിംഗ് കുറച്ചു. പിന്നെ വാക്സിൻ വിദേശത്ത് പോകണമെങ്കിൽ അത് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കേണ്ടി വന്നു. ഇതൊക്കെ ചെയ്തില്ലേ? യഥാർത്ഥത്തിൽ ഈ കോവിഡ് ഒരു കമ്മ്യൂണിറ്റി ഡിസോർഡർ ആണ്. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ പകർച്ചവ്യാധിയാണ്. കറക്റ്റ്. ഈ കോവിഡ് ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് വരാതിരുന്നോ? യഥാർത്ഥത്തിൽ വന്നു. കോവിഡിന്റെ മരണനിരക്ക് എത്രയാണ് അറിയോ? എത്ര ശതമാനമാണ്? ചേച്ചിക്ക് ഒരു ഊഹമുണ്ട്? എന്തെങ്കിലും ഒരു ഊഹം? കോവിഡിന്റെ മരണനിരക്ക് 1% താഴെയാണ്.
ലെസ് ദാൻ മറ്റേ അസുഖങ്ങള്. അല്ല, അതായത് കോവിഡിന്റെ മോർട്ടാലിറ്റി റേറ്റ് ലെസ് ദാൻ 1%. 1, 2, 3, 4, 5, 6, 7, 8. ഈ 8 സെക്കൻഡിൽ ഒരാൾ ഡയബറ്റിക് വന്ന് ലോകത്ത് മരിച്ചിട്ടുണ്ട്. യെസ്, കറക്റ്റ്. 7 സെക്കൻഡിൽ ഒരാൾ ഓവർ വെയിറ്റ് കാരണം Obesity. കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നു. Yes. ചേച്ചി 8 സെക്കൻഡിൽ മരിക്കുന്ന ഡയബറ്റിക്കും 7 സെക്കൻഡിൽ മരിക്കുന്ന ഈ ഓവർ വെയിറ്റ് ഒക്കെ 100% ചേച്ചിയുടെ കയ്യിലാണ് കൺട്രോൾ. കറക്റ്റ് അല്ലേ? അതെ. 100% നിങ്ങളുടെ കയ്യിലാണ് കൺട്രോൾ. 100% നമ്മളുടെ കയ്യിൽ കൺട്രോൾ അല്ലേ, ഇതിനെ നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല. 1% താഴെ മാത്രം മോർട്ടാലിറ്റി റേറ്റ് ഉള്ള നമ്മളുടെ കയ്യിൽ കൺട്രോൾ ഇല്ലാത്ത കോവിഡിനെ നമ്മൾ എന്തൊക്കെയാ ചെയ്തത്. ഇതാണ് ബേസിക്കലി ആത്മയുടെ തോട്ട്. അതായത് ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാരണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നാണ് എൻ്റെ ഡെഫിനിഷൻ. വേറെ ഒരു ഡെഫിനിഷനും ഇല്ല. എല്ലാ ജീവിതശൈലി രോഗങ്ങളും നമ്മളുടെ കയ്യിലിരിപ്പുകൊണ്ട് നമുക്ക് വന്നതാണ്. ഇപ്പോൾ 79% ലേഡീസിന് PCOD മെൻസ്ട്രൽ ഇഷ്യൂസോ ഉണ്ടെങ്കിൽ അത് അവർക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. വേറെ ആരെയും കുറ്റം പറയാൻ നമുക്ക് അവകാശമില്ല. എല്ലാ വിഷയങ്ങളും അങ്ങനെയാണ്. അപ്പം ഈ ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിലേക്ക് ഒരു മിറർ കൊടുക്കുക. ഇപ്പോൾ 15 വർഷമായിട്ട് ഡയബറ്റിക് ഉള്ള ഒരാൾ നമ്മുടെ അവിടെ വന്ന് 21 ദിവസം കിടക്കുമ്പോൾ അവരുടെ ഡയബറ്റിക് നോർമലായി പോകുന്നു എന്ന് പറയും, അല്ലെങ്കിൽ അത് സംഭവിക്കുന്നു. അത് സംഭവിക്കുന്ന വെച്ചാൽ അവിടെ ഒരു മരുന്നും കൊടുക്കുന്നില്ല. എന്താ അവിടെ ചെയ്യുന്നത്? അതായത് ആത്മയിൽ ഫാർമസി ഉണ്ട്. ആ ഫാർമസി എന്ന് പറഞ്ഞ കിച്ചണാണ്. ഫാർമസി എന്നുള്ള ബോർഡ് ഉണ്ട്. ആ ഫാർമസി എന്നുള്ള ബോർഡ് വെച്ചിരിക്കുന്നത് കിച്ചന്റെ ഫ്രണ്ടിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അവിടുത്തെ ഫാർമസിസ്റ്റിനുള്ളത് എൻ്റെ അവിടെ ആ ഫുഡ് ഉണ്ടാക്കുന്ന രമണി ചേച്ചിയാണ്. പുള്ളിക്കാരിയാണ് ലോകത്ത് ഏറ്റവും നല്ല മരുന്നുണ്ടാക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതാണ് നമ്മൾ. മോസ്റ്റ് ഫോർഗോട്ടൺ മെഡിസിൻ ഈസ് യുവർ പ്ലേറ്റ്, യുവർ ഫുഡ്. അപ്പോൾ അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് കേട്ടോ ആത്മ. അല്ലാതെ ആത്മയിൽ ഒരു മാജിക്കും ഇല്ല. അതായത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഡോക്ടർ അഭിജിത്ത് കർമ്മ എന്നുള്ളത് ശരിയാണ്, മെഡിക്കൽ ബോർഡ് രജിസ്റ്റർ ചെയ്ത് നമുക്കൊരു പ്രിഫിക്സ് ഒക്കെ കിട്ടി നമുക്ക് ഡോക്ടർ എന്നുള്ള പേര് ചേർക്കാം എന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സിൻ്റെ ഡ്യൂട്ടി എന്നുള്ളത് ടീച്ചർ ആവുക എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ടീച്ചറായി മാറുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഡ്യൂട്ടി. അതിനുവേണ്ടിയാണ് നമ്മൾ പഠിച്ചത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഞാൻ പല സോഷ്യൽ ഗ്യാതറിങ്ങിലൊക്കെ പോയിരിക്കുമ്പം ഇപ്പം റോട്ടറിയിലും ലയൺസിലൊക്കെ പോയിരിക്കുമ്പം ആൾക്കാർ വന്നിട്ട് പറയും, ഡോക്ടർ ഇത് എൻ്റെ ഡയബറ്റിക്കിൻ്റെ ഡോക്ടറാണ്, ലാസ്റ്റ് 10 വർഷമായിട്ട് ഇയാളാണ് എന്നെ ചികിത്സിക്കുന്നത്, എൻ്റെ ഫാദറിനെയും ഇയാളാണ് ചികിത്സിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ പ്രൗഡായിട്ടാണ് ആ പേഷ്യൻറ്റും ആ ഡോക്ടറും പറയുന്നത് ഞാൻ കേൾക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം ചോദിച്ചാൽ അതൊരു പ്രൗഡ് മൊമെൻ്റ് ആണോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു ക്വസ്റ്റ്യനാണ്. 10 വർഷമായിട്ട് നിങ്ങൾ ഒരേ രോഗം ഒരാളെ ചികിത്സിച്ചിട്ട് ആ പേഷ്യൻ്റ് പറയാണ് 10 വർഷമായിട്ട് ഞാൻ ഇയാളുടെ പേഷ്യൻ്റ് ആണെന്നും ആ ഡോക്ടർ പറയാണ് 10 വർഷമായിട്ട് ഞാൻ ഇവളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ 10 വർഷമൊന്നും അല്ല, ഞാൻ എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇതെന്താ നമ്മൾ സംഭവിക്കുന്നത്? നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളിൽ പോലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So you're saying diabetes is reversible. Lifestyle issues എല്ലാം reversible. Lifestyle issues are reversible. ഏതൊക്കെയാണ് lifestyle issues? ഏതായിക്കോട്ടെ, നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന 5 കാര്യങ്ങൾ എടുത്തോ. ഒന്ന് ഡയബറ്റിക് ആയിക്കോട്ടെ, ഫാറ്റി ലിവർ ആയിക്കോട്ടെ, സ്ത്രീകൾക്കുള്ള PCOD PCOS ആയിക്കോട്ടെ, വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഓവർ വെയിറ്റ് ആയിക്കോട്ടെ, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് റിവേഴ്സിബിൾ ആണ്. ഇത് റിവേഴ്സിബിൾ ആവുന്ന എപ്പോഴാണ്? നമ്മൾ ഇതിനോട് കൃത്യമായി ഫോളോ ചെയ്യാൻ തീരുമാനിച്ചാൽ റിവേഴ്സിബിൾ ആണ്. ഞാൻ ഈ പറയുന്ന ഓവർ വെയിറ്റ് എക്സാമ്പിൾ എടുക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ഏപ്രിൽ 102 കിലോ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ഏപ്രിൽ 102, ഇപ്പൊ ഞാൻ 78 കിലോ ആണ്. ഈ യാത്രക്കിടയിൽ ഞാൻ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്തതാണ്. ഈ പറയുന്ന ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബേസിറ്റി, ഇത് ഡോക്ടർ അഭിജിത്ത് ഒരു മരുന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല. 100% ഭക്ഷണം ക്രമീകരിച്ച് നമ്മളുടെ വീട്ടിൽ ചെയ്യാവുന്ന, യാത്രയിൽ ചെയ്യാവുന്ന ബേസിക് വർക്കൗട്ട്സ് മാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത്, നിങ്ങൾ സഹകരിച്ചാൽ, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സഹകരിച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളൊന്ന് ഓവർ വെയിറ്റ് ആണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്? പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ വരുന്നതുകൊണ്ടാണ്. ഒന്ന്, നിങ്ങൾക്കൊരു പൗഡർ കലക്കി കുടിച്ചിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാം എന്ന് ഒരാൾ പറയും. അപ്പൊ അങ്ങനെ അയാൾ പറയുമ്പോൾ നമ്മൾ ആ പൗഡർ കലക്കി കുടിക്കും. പൗഡർ കലക്കി കുടിക്കും. എത്ര മാസം കുടിക്കും? 2 മാസം കുടിക്കും. 10 കിലോ കുറയും. പൗഡർ നിർത്തും. 20 കിലോ കൂടും. That's what happening. എന്തുകൊണ്ടാണ് വെയിറ്റ് കൂടുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വെയിറ്റ് കുറയുന്ന ഒരു മെന്റാലിറ്റി ഇന്ന് നമ്മുടെ നാട്ടിലില്ല. എങ്ങനെയാണ് അത് അതിലേക്ക് എടുത്തത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഓക്കെ, ഞാൻ റെഡിയാണ്, എനിക്ക് തടി കുറയ്ക്കണം, അല്ലെങ്കിൽ എനിക്ക് ഡയബറ്റീസ് പോകണം, അല്ലെങ്കിൽ PCOD കൺട്രോളിൽ വരണം. അങ്ങനെ ചെയ്യുമ്പം
ഇപ്പൊ ആത്മ എന്ന് പറഞ്ഞ ഒരു വെൽനസ് സ്ഥാപനത്തിൽ ഞാൻ വരുമ്പം നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? നമ്മൾ ആദ്യം ഒരു ഡീറ്റെയിൽ കേസ് ഹിസ്റ്ററിയാണ് ചേച്ചി, ഡീറ്റെയിൽഡ് കേസ് ഹിസ്റ്ററിയാണ്. അതിനകത്ത് നിങ്ങളുടെ പാരാമീറ്റർ, വൈറ്റൽ പാരാമീറ്റേഴ്സ് എല്ലാം എടുത്ത് നിങ്ങൾക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരും. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വി വിൽ ഗെറ്റ് ബേസിക് ഐഡിയ. സി വെയിറ്റ് ഗെയിൻ എന്തുകൊണ്ടൊക്കെ ഉണ്ടാവാം. നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം, നിങ്ങൾക്ക് മെൻസ്ട്രൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, ഹോർമോണൽ പല ഇഷ്യൂസിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, സ്ട്രെസ് ഈറ്റിംഗ് കാരണം വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. ഇതൊന്നുമല്ല ചുമ്മാ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാം. സി യു ഹാവ് ഡിഫറെൻറ്റ് റീസൺസ് അല്ലേ? നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് വെയിറ്റ് കൂടുന്നത്. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്ത് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് താമസിക്കുന്നവർക്ക് 2 വെയിറ്റും 2 ബോഡി സ്ട്രക്ചർ ഉള്ളത് അവർക്ക് രണ്ടും 2 രീതിയിലുള്ള ബോഡി ആയതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും എങ്ങനെയാണ് ഒരേ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നത്? Absolutely. ലോകത്തുള്ള ആളുകളുടെ വെയിറ്റ് കൂടുന്നത് പല കാരണങ്ങളാണെങ്കിൽ വെയിറ്റ് കുറയുന്നതിന് ഒരു പൊടി റീസൺ അല്ല, അല്ലെങ്കിൽ അത് സൊല്യൂഷൻ അല്ല. ആ പൊടി സൊല്യൂഷനുള്ള ഒരു ടൈപ്പ് ഓഫ് ആളുകൾ കാണും, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ദാറ്റ്. പക്ഷേ യു ഹാവ് ടു ഫൈൻഡ് ദ ബേസിക് റൂട്ട് കോസ്. എന്തുകൊണ്ട് വെയിറ്റ് കൂടുന്നു എന്ന് അറിഞ്ഞിട്ട് മാത്രമേ എങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ആളുകൾ വന്നിട്ട് ചില വീഡിയോയിൽ പറയുന്ന കേട്ടിട്ടില്ലേ, ഞാൻ 10 ദിവസം കൊണ്ട് 5 കിലോ കുറയ്ക്കാം, നിങ്ങൾക്ക് ഈ സാധനം കഴിച്ചാൽ നിങ്ങളുടെ വെയിറ്റ് എനിക്ക് അറിയത്തില്ല. ഈ 5.5 വർഷം നമ്മൾ പഠിച്ചിട്ടും നമുക്ക് കിട്ടാത്ത പല സാധനങ്ങളും നേരത്തെയൊക്കെ ട്രെയിനിൽ സ്ലീപ്പർ കമ്പാർട്ട്മെന്റിൽ കയറി പോകുമ്പോൾ നമുക്ക് കിട്ടും 1000 ഒറ്റമൂലികൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ എങ്ങനെയാന്ന് ദൈവത്തിന് പോലും അറിയത്തില്ല. കണ്ടോ, 10 രൂപയുടെ ബുക്കാ, 10 രൂപയുടെ ബുക്ക്, 1000 ഒറ്റമൂലികൾ. നിങ്ങളുടെ മൂത്രത്തെ കല്ല് പോകാൻ ഇത്, നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയാൻ ഇത്, ഒരു മെഡിക്കൽ സയൻസും ഇല്ലാതെ അതിനെ അങ്ങനെ ഞാൻ പറഞ്ഞ റീസൺ ഷുഡ് ബി ദെയർ ആൻഡ് വൈ ഇറ്റ് ഈസ് ഡൂയിങ്. ഞാൻ പറയുന്നത്, നിങ്ങളുടെ കണ്ണിലൊരു കരട് പോയിട്ട് കണ്ണീര് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണീര് തുടച്ച് കളയാൻ ഇവിടെ 1000 ഓപ്ഷൻസ് ഉണ്ട്. യു ഹാവ് തൗസൻഡ്സ് ഓപ്ഷൻസ്. കരട് എടുത്ത് കളയുക എന്നുള്ളതാണ് പലരും ആളുകൾ മറന്നു പോകുന്നത്. കണ്ണീര് തുടച്ച് കഴിയുമ്പോൾ നമ്മൾ ഹാപ്പി ആവും, പിന്നെ കണ്ണീര് വരുന്നു എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ചിന്തയില്ല. ടെമ്പററി റിലീഫ് ആണ്, അതിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞ എല്ലാ സിറ്റുവേഷനിലും നിങ്ങൾക്ക് റൂട്ട് കോസിലേക്ക് പോകാൻ പറ്റണം എന്നില്ല. ഇപ്പൊ നാളെ നിങ്ങൾക്ക് പ്രൈം മിനിസ്റ്ററുടെ പ്രസിഡന്റിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്, ഇന്ന് നിങ്ങൾക്ക് നല്ല പനിയുണ്ട്, യു ഹാവ് ടു ഹാവ് സം പാരസിറ്റമോൾ. ആ സമയത്ത് വരും നമുക്ക് ഡയറ്റ് നോക്കാം, അങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ആക്സിഡന്റ് വന്നു, നിങ്ങൾക്കൊരു ഫ്രാക്ചർ ആയി, അല്ലെങ്കിൽ എന്തൊരു എമർജൻസി ഇഞ്ചുറി വന്നു, ആ സമയം നമ്മൾ ഒരിക്കലും ആത്മയിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഡയറ്റ് നോക്കാമെന്ന് പറയുന്നില്ല. എല്ലാ സിസ്റ്റത്തിനും അതിൻ്റെതായ സ്പേസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എടുത്ത് ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് യു ട്രൈ ആൻഡ് കറക്റ്റ് യുവർ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, സോ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്, അതല്ലാതെ വേറെ വല്ലതിലേക്ക് ഫോക്കസ് പോകുന്നുണ്ടോ? ചേച്ചി, ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിനോടൊപ്പം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്ന ഡീറ്റോക്സ് അല്ലെങ്കിൽ റിജുവിനേഷൻ കാര്യങ്ങളിലേക്കാണ്. കാരണം ആളുകൾ 10 ദിവസത്തേക്ക് ഇപ്പോൾ IT പ്രൊഫഷണലായിട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ NRI, നമുക്ക് 63% റിട്ടൻഷനാണ്. റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ സണ്ണിച്ചേട്ടൻ വരും, ജൂലൈയിൽ വരും എന്നെനിക്കറിയാം. ലാസ്റ്റ് 3 years ഈസ് കമ്മിങ്. അപ്പോൾ അത് അങ്ങനെ ഡീറ്റോക്സിന് വേണ്ടി എവറി മന്ത്, ഇപ്പം എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഒരു മാരുതി കാറോ അല്ലെങ്കിൽ ഇനോവയോ BMO ഒക്കെ എടുത്താൽ കൃത്യമായി നിങ്ങൾ സർവീസ് ചെയ്യും, ഇല്ലേ? ഒരു കോംപ്രമൈസും ഇല്ല അതിൽ. അതിൻ്റെയൊക്കെ എത്രയോ 1000 ഇരട്ടിയാണ് ശരിക്കും നമ്മുടെ വാല്യൂ. ആ വാല്യൂവിനെ, ആ ബോഡിയെ സർവീസ് ചെയ്യാൻ, ഒരു നല്ല മസാജ് കൊടുക്കാൻ, ആ ബോഡിക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ വർഷത്തിൽ ഒരു 10 ദിവസം മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ മാറ്റി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ റിക്വസ്റ്റ്. എത്ര ആൾക്കാർ മാറ്റി വെക്കുന്നുണ്ട്? വളരെ ചെറുതാണ് ചേച്ചി, വളരെ ചെറുതാണ്. പക്ഷേ വളരെ വലിയ രീതിയിൽ ഇത് ആളുകൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പോസ്റ്റ് കോവിഡിൽ എൻ്റെ ഒരു പരിമിതമായ തിരിച്ചറിവിൽ ആളുകൾ ഭയങ്കരമായി ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം കോവിഡിൽ സർവൈവ് ചെയ്തവർ കൂടുതൽ പേരും ഹെൽത്ത് ഉള്ളവരാ. ഈ ഹെൽത്തും ഫിറ്റ്നസും വേറെയാണ്, ആൾക്കാർ മനസ്സിലാക്കും. രണ്ടാണ്. ആബ്സെൻസ് ഓഫ് ഇൽനെസ്സും അല്ല ഹെൽത്ത്. നിങ്ങൾക്ക് രോഗമില്ലാതിരിക്കുന്നു എന്നുള്ളതും ഹെൽത്ത് അല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ. രോഗം എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അങ്ങനെയല്ല. ഞാൻ എപ്പോഴും ഇത് നിങ്ങളുടെ ബാങ്കിൽ ഒരു 100 കോടി രൂപയുണ്ട്, രാവിലെ വയറ്റിന്ന് പോയില്ലേ വല്ല കാര്യമുണ്ടോ? സോ ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് 50 കോടി രൂപയുടെ വീട് വെക്കാൻ പറ്റും, ഉറക്ക ഗുളിക കഴിക്കാതെ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലോ? അതാണ് ഇതിനകത്ത് ക്വാളിറ്റി ഓഫ് ലൈഫാണ് ഹെൽത്ത്. ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് നമുക്ക് എത്ര സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. രാവിലെ എണീക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ മോഷനൊക്കെ ക്ലിയർ ആണ്, നമുക്ക് സമയത്തിന് വിശക്കുന്നുണ്ട്, ആ വിശന്ന് കഴിഞ്ഞ് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മളുടെ മനസ്സും ശരീരവും എത്തുന്നുണ്ടെങ്കിൽ യു ആർ ഹെൽത്തി. ഇപ്പം ഞാൻ ഇവിടെ മേളിൽ ഇരിക്കുന്നു, താഴെ ചേച്ചിയെ വിളിക്കുകയാണ്, ചേച്ചി കയറി വരൂ എന്ന് പറയുമ്പം
ആ സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, മുട്ടുവേദനയാണ് എന്നുണ്ടെങ്കിൽ യു ആർ അൺഹെൽത്തി. അപ്പം നമ്മളുടെ മനസ്സും നമ്മളുടെ ശരീരവും ആഗ്രഹിക്കുന്നിടത്ത് രണ്ടും എത്തുന്നുണ്ടെങ്കിൽ യു ആർ ഹെൽത്തി. അത്രേ ഉള്ളൂ. ബേസിക്കലി ക്വാളിറ്റി ഓഫ് ലൈഫാണ് എന്നെ സംബന്ധിച്ച്. നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാവുക എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ഹെൽത്ത്. നല്ലതായിട്ട് ഉറങ്ങാൻ പറ്റുക, വയറ്റ് നന്നായിട്ട് പോവുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പറയുമ്പോൾ വളരെ കോമഡി ആയിട്ട് തോന്നുന്നു. നോ ബട്ട് ഇറ്റ്സ് നോട്ട്. ഐ മീൻ അത് കുറച്ചുകൂടി ഐ തിങ്ക് ചെറുപ്പത്തിൽ അത്രയും ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. കുറച്ചുകൂടി നാച്ചുറലി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബോഡിയും മൈൻഡും ഒക്കെ ഉണ്ട്. ഐ ഫീൽ ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അഭിജിത്തിന് പറയാം. ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം ഇപ്പം എൻ്റെ കേസ് തന്നെ എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ 43 വയസ്സായി. എനിക്ക് ഹോർമോണൽ ചേഞ്ചസ് വരുന്നതും ഒക്കെ ഞാൻ ഇപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം പണ്ടത്തെ പോലത്തെ ഒരു എനർജി ഓർ ഒരു ഹെൽത്ത് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് അതിനുള്ള റെമഡീസ് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ തന്നെ സൊല്യൂഷൻ നോക്കുന്നുണ്ട്. എന്നാൽ പോലും അതിനൊരു സ്പീഡും ഒക്കെ വേറെയാണ്. അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ചില സമയത്ത് ഇപ്പൊ പെരി മെനപ്പോസ് എന്നൊക്കെ പറയുമല്ലോ, ഈ പ്രീ മെനപ്പോസ്, അതൊക്കെ വരുമ്പം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഞങ്ങൾ അറിവില്ലാത്തവർ മനസ്സിലാക്കുക? ഹൗ ഡു വി ഫൈൻഡ് ഇറ്റ് ഔട്ട്? ഇതിനകത്ത് ആ ഒരു വലിയ തിരിച്ചറിവ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആളുകൾക്കിപ്പോൾ ഇപ്പോൾ മെനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പറയാൻ മടിയില്ലാത്ത, മെനിസ്ട്രൽ പെയിൻ എന്ന് പറഞ്ഞാൽ, PMS എന്ന് പറഞ്ഞാൽ, മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാലൊക്കെ കുറച്ച് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി കൂടെ കടന്നു പോകുന്നു എന്നുള്ളത് കൊണ്ട് ആൾക്കാർ ഇതിനെപ്പറ്റി കൂടുതൽ അവെയറാണ്. ഫസ്റ്റ് തിങ്, 2026 നമ്മളുടെ തെറ്റിദ്ധാരണയാണ് ഈ 15 വയസ്സ് തൊട്ട് പെൺകുട്ടികൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ 80s 70s 90s ഒക്കെ കുറച്ചുകൂടി ഹെൽത്തിയർ ആയിരുന്നു, ലക്കിയസ്റ്റ് ആയിരുന്നു എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാവാം? അത് ഫുഡ് ഹാബിറ്റ്സ് മാറി. പിന്നെ ഇന്ന് നമ്മളുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഡിജിറ്റൽ ടോക്സിഫിക്കേഷനാണ്. ഡിജിറ്റൽ ടോക്സിഫിക്കേഷൻ എന്നുള്ളത് നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കേണ്ട വിഷയമായി മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മളിത് കാണുന്നത് പോലും ഡിജിറ്റലിലൂടെ ആണെങ്കിൽ പോലും വളരെ മോശമായ അൽഗുരിതങ്ങളുള്ള സമയത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, അല്ലേ? നമുക്ക് ഒരു വേണ്ടാത്തൊരു കാര്യം ചെയ്താൽ പിന്നെ അത് കണ്ടുകൊണ്ടേ ഇരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംവിധാനത്തിന് മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസ് എന്നുള്ളത് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ 30-നും 40-നും കഴിഞ്ഞാലല്ല എന്നുള്ളതാണ് സത്യം. ഒരു 20 വയസ്സൊക്കെയുള്ള ആൺകുട്ടികൾക്ക് ഫാറ്റി ലിവർ ആണ്. 20 വയസ്സുള്ള ആൺകുട്ടികൾ, 22 വയസ്സുള്ള ആൺകുട്ടികൾ പോയി ഒന്ന് അൾട്രാസൗണ്ട്, അബ്ഡോമിൻ്റെ അൾട്രാസൗണ്ട് എടുത്ത് വരുമ്പോൾ ഗ്രേഡ് 2 ഫാറ്റി ലിവർ ആയിട്ട് വരുന്ന കേസുകൾ 1ഉം 2ഉം അല്ല. ഇറ്റ് ഈസ് വെരി കോമൺ, വെരി കോമൺ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു ഉദാഹരണമുണ്ട്. കാരണം ഇപ്പം നമ്മളുടെ വീട്ടിൽ ഒരു പെണ്ണ് കാണാൻ വേണ്ടി ഒരു പയ്യൻ കയറി വരുമ്പോഴേ, ആ പയ്യൻ ഇൻസെർട്ടൊക്കെ ചെയ്ത് കണ്ണാടിയൊക്കെ വെച്ച് കയറി വരുമ്പോൾ ആ പയ്യൻ കയറി വന്ന് നമ്മുടെ പെൺകുട്ടിയെ കണ്ടിട്ട് പോകുമ്പോൾ നമ്മളുടെ വീട്ടുകാർ ആ പയ്യൻ എങ്ങനെ ഉണ്ടായിരിക്കും, അവൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്നൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യുന്നത്. അതേ സമയത്ത് വേറൊരു പയ്യൻ ഇൻസെർട്ടൊക്കെ ചെയ്ത് ഒരു ഹിയറിംഗ് എയ്ഡ് വെച്ചാണ് കയറി വരുന്നത് എന്നുണ്ടെങ്കിൽ ആ പയ്യൻ പെണ്ണ് കണ്ട് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ ചർച്ച ആ പയ്യൻ്റെ ഹിയറിംഗ് എയ്ഡിനെ പറ്റിയാണ്. യഥാർത്ഥത്തിൽ കണ്ണാടി വെച്ച പയ്യനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാറില്ല, ഹിയറിംഗ് എയ്ഡ് വെച്ച പയ്യനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ശരിക്കും അതൊരു ഭയങ്കര വിരോധാഭാസമല്ലേ? കാരണം കണ്ണാടി കണ്ണിന്റെ കാഴ്ച കുറവുകൊണ്ട് വെക്കുന്നതും ഹിയറിംഗ് എയ്ഡ് ചെവിയുടെ കേൾവി കുറവുകൊണ്ട് വെക്കുന്നതാണ്. കുറവാണെങ്കിൽ രണ്ടും കുറവാണ്, ചർച്ച ചെയ്യണ്ടെങ്കിൽ രണ്ടും ചർച്ച ഒരേപോലെ. കറക്റ്റ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ കണ്ണാടി ചർച്ച ചെയ്യാതിരിക്കുകയും ഹിയറിംഗ് എയ്ഡ് ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്? ഇത് കൂടുതൽ ആൾക്കാർക്ക് ജനറലൈസേഷൻ. ഇന്നത്തെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് ചേച്ചി. അതായത് നിങ്ങൾക്ക് ഗ്യാസിന്റെ ഇഷ്യൂ ഉണ്ട്, അതെല്ലാവർക്കും ഉണ്ടല്ലോ. നിങ്ങൾക്ക് നടുവേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, അതില്ലാത്തവരാരാ ഉള്ളേ? എനിക്കൊരു 6 മണിക്കൂർ കൃത്യമായിട്ട് ഉറക്കം കിട്ടാറില്ല, അത് ആർക്കും ഇപ്പം കിട്ടാറില്ല. കറക്റ്റ് അല്ലേ? എനിക്ക് നടുവേദന വരുമ്പോൾ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പം വന്നിട്ട് പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുമ്പോഴാണ് അവർ ഈ ഇഷ്യൂസ് പറയുന്നത്. ഡോക്ടറെ ഭയങ്കര നെഞ്ചരിച്ചിലാണ്, ഞാൻ എത്ര നാളായി? ഒരു 4 വർഷമായി. അതെന്തുകൊണ്ട് ഇതുവരെ പറഞ്ഞ? അല്ല ഡോക്ടർ, നെഞ്ചരിച്ചിൽ എല്ലാവർക്കും. ഈ ജനറലൈസേഷനാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടാത്ത കാര്യങ്ങളായി മാറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നെഞ്ചരിച്ചിൽ കോമൺ ആയിട്ട് കാണുന്നതുകൊണ്ടോ, ഉറക്കക്കുറവ് കോമൺ ആയിട്ട് കാണുന്നതുകൊണ്ടോ, ഇടയ്ക്കിടയ്ക്ക് നടുവേദന കോമൺ ആയിട്ട് കാണുന്നതുകൊണ്ടോ ഇതൊന്നും ശ്രദ്ധിക്കേണ്ടാത്ത കാര്യങ്ങളാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മറ്റ് ഇഷ്യൂസിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലത്തെ ചെറിയ ചെറിയ ഇഷ്യൂസ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ഏത് പ്രായത്തിലാണ് അബ്നോർമാലിറ്റി വരുന്നത് എന്നുള്ളത് ഇപ്പം കണ്ടറിയേണ്ട ഒരു ചോദ്യമാണ്. അതെ, it can be at any age. ബേബി ഫുഡ് മുതൽ നമ്മൾ ഷുഗറാണ് കഴിക്കുന്നത്.
അതൊരു വലിയ ടോപ്പിക്കാണ്. ബേബി ഫുഡ് മുതൽ നമ്മൾ ഷുഗറാണ് കഴിക്കുന്നത്. നമ്മളുടെ അച്ഛൻ്റെ അമ്മയുടെയും സൗകര്യത്തിന് വേണ്ടി മൊബൈലിൽ കാർട്ടൂൺ ഓൺ ആക്കി വെച്ചിട്ട് ഭക്ഷണം കൊടുത്തിട്ട് വരുന്ന ചൈൽഡ്ഹുഡ് മുതൽ പ്രഗ്നൻസി ടൈം മുതലുള്ള പ്രശ്നമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് അതൊരു വലിയ ടോപ്പിക്കാണ്, അതവിടെ നിന്നോട്ടെ. പക്ഷേ ഇപ്പോൾ ചേച്ചി പറഞ്ഞില്ലേ ഈ മെനപ്പോസിൻ്റെ സമയത്തുള്ള ഇഷ്യൂസ്, അതാ ഞാൻ പറഞ്ഞത്, ഹെൽത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കോവിഡിന് മുമ്പ് വരെ ഡിജിറ്റൽ മീഡിയ ഇത്ര സ്ട്രോങ് ആവുന്നവരെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ഏറ്റവും വില കൂടി ഷാമ്പൂ മേടിച്ച് നമ്മൾ തലയിൽ തേച്ച് നോക്കും, ഒന്നും വർക്കാവത്തില്ല, നമ്മൾ നിരാശനാവും. 2, നമുക്ക് ഭയങ്കരമായ സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മളുടെ അടുത്തുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണും. മോസ്റ്റ് ഓഫ് ദ ടൈം അത് വർക്ക് ആവണമെന്നില്ല, അല്ലെങ്കിൽ അത് ടെമ്പററി റിലീഫ് ആയിരിക്കും. ചേച്ചി നടുവേദന ഇടയ്ക്ക് വരുന്നത്, മുടി കൊഴിയുന്നത്, ആവശ്യമില്ല സ്ട്രെസ് വരുന്നതൊക്കെ വൈറ്റമിൻ ഡി കുറഞ്ഞുകൊണ്ടാണെന്ന് ഇപ്പം ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന് നിങ്ങൾ ഷാമ്പു തേച്ചിട്ടോ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല. അതിന് വൈറ്റമിൻ ഡി കറക്റ്റ് ആക്കുക എന്നുള്ളത്. അതുപോലത്തെ റൂട്ട് കോസുകളിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ കാര്യങ്ങളിലൊക്കെ. ഇപ്പം ഈ പറയുന്ന മെനപ്പോസിന്റെ ആ സമയത്ത് വരാൻ സാധ്യതയുള്ളത് എന്താണ്, ഏത് രീതിയിലാണ് നമ്മൾ അയൺ നോക്കണം, ഫെർട്ടി നോക്കണം, നമ്മളുടെ അബ്നോർമാലിറ്റീസ് നോർമൽ ആക്കുക അല്ലെങ്കിൽ ഹൈ ആക്കി വെക്കുക. ആ സമയത്ത് നമുക്ക് അതിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു ഹോർമോണൽ ലെവലിൽ നമ്മൾ അതിന്റെ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അതിനെ ബാലൻസ് ചെയ്യുക എന്നതാണ് അതിന്റെ. ഈ ഇപ്പൊ മെനപ്പോസ് വരുന്ന സമയത്ത് നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യണം, യു ഗോ ഇറ്റ് ആൻഡ് യു കറക്റ്റ് ഇറ്റ്. അപ്പൊ നമുക്ക് ആ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ പറ്റും. ആ അബ്നോർമാലിറ്റി നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതൊരു വൺ മാൻ ഷോ ആണോ? ഡോക്ടർ അഭിജിത്ത് കർമ്മ ഇവിടെ ഇല്ല. ഇവിടെ എല്ലായിടത്തും അവരുടെ ഓരോ ഡോക്ടേഴ്സും ടീമും എല്ലായിടത്തും ഉണ്ട്. ആരൊക്കെയാണ് ഈ ടീമിന്റെ ഒരു ഭാഗം? ഡയറക്ടേഴ്സ് ആയിട്ട് ഇപ്പൊ എന്റെ ബ്രദർ ഉണ്ട്, പിന്നെ കണ്ണൻ, സാരംഗ്, അങ്ങനെ ഞങ്ങൾ 4 പേര് ഉണ്ട്. ഹരി എന്ന് പറഞ്ഞ ഞങ്ങളൊരു ടീമുണ്ട്. അത് കൂടാതെ ഓരോ സ്ഥലത്തും ഓരോ ഡോക്ടേഴ്സ് ആണ് ഇതിനെ ക്യാച്ച് ചെയ്ത് അവരാണ് അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് കൊണ്ടുപോകുന്നത്. ഞാൻ ഇതിൽ ഏതോ ഒരു ഇന്റർവ്യൂല് ജിപിയുടെ കൂടെ ഇരിക്കുന്നത് കണ്ടു. പാർട്ണറാണ്. ഒഫീഷ്യൽ പാർട്ണറാണ്. ഓക്കെ. അപ്പൊ ജിപി എടുത്ത് പറഞ്ഞൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, ജിപി പറഞ്ഞൊരു കാര്യം, ഈ എന്താ പറയാ, ഫേഷ്യൽ ഡയഗ്നോസിസ്. എന്റെ മോൻ കണ്ട വല്ല മനസ്സിലാവും? ഇത്ര മേക്കപ്പ് കൊണ്ട് മനസ്സിലാവാത്താണോ? ഇതിനുള്ളിലുള്ള മുഖം കാണേണ്ടി വരുമോ? അങ്ങനെയല്ല. അതെന്താ? അത് ഓൾറെഡി ഞാൻ കേട്ടു, മുഖം നോക്കി കുറച്ച് സിംറ്റംസ് ഒക്കെ പറയാൻ പറ്റും. ജി പി ആയിട്ട് ഒരു 1 hour ഒരു ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ഒരു പ്രോഗ്രാമിന്റെ കാര്യത്തിന് വേണ്ടിയാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം ജിപിചാനുമായിട്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. അപ്പൊ ജിപിചാൻ ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ, ജിപിചാന്റെ ഒരു ജീവിത ശൈലിയൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ നമുക്ക് ചില അബ്നോർമാലിറ്റീസ് കാണാൻ പറ്റും. ഇപ്പൊ ഈ സ്ക്രീനിലൊന്നും പറയത്തില്ല, ക്യാമറ ഓഫ് ആയാലേ ചിലപ്പോ പറയും. പക്ഷെ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ല. അപ്പൊ ഉണ്ട് എന്തോ ഗുരുതരമായ പ്രശ്നമുണ്ട്. അങ്ങനെയല്ല, നീ ശരിക്കും നോക്കിക്കേ. ഇതെങ്ങനെയാന്ന് വെച്ചാല് അത് എന്താന്ന് വെച്ചാല് ബേസിക്കലി ചില ഡൗട്ട്സ് ഉണ്ടാവും നമുക്ക്. അപ്പൊ അതങ്ങനെയാണെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ബേസിക്കലി ചില ഡൗട്ട്സ് നമുക്കുണ്ടാവും. അപ്പൊ നമ്മൾ ജിപിചാനോട് ഇന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്തു നോക്കിക്കോളൂ, അതുണ്ടെങ്കിൽ വി ക്യാൻ കറക്റ്റ് ഇറ്റ്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെ ചില അബ്നോർമാലിറ്റീസ് വരാൻ സാധ്യതയുണ്ട്. ചേട്ടൻ്റെ ലൈഫ് സ്റ്റൈലും ചേട്ടൻ്റെ ഫേഷ്യൽ ഡയഗ്നോസിസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുണ്ടെങ്കിലൊന്നും കറക്റ്റ്. അപ്പൊ പുള്ളി ചെക്ക് ചെയ്തപ്പോൾ ഇറ്റ് വാസ് ദേർ. നമ്മളത് കറക്റ്റ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പാർട്ട്നേഴ്സ് ആയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ യാത്രയൊക്കെ പോയി, റോഡ് ട്രിപ്പ്. അറിയാം, 21 ദിവസം ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു. അപ്പോൾ 21 ദിവസം ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും പുറത്തു വരും. നമുക്ക് അതിനിടയ്ക്ക് പിന്നെ ഒരു 1-2 ദിവസം വല്ലപ്പോഴും കാണുന്നവർക്കൊക്കെ ഫേക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഹി നോസ് എവറിത്തിങ്. ലൈക്ക് ഇപ്പോൾ ഞാൻ കൊച്ചിയിൽ വന്നാൽ ജിപിചാൻ്റെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. സോ അങ്ങനെ വളരെ അടുപ്പായി. അതിനുശേഷമാണ് ജിപിചാൻ ഇതിൻ്റെ സാധ്യതകൾ എന്താണ്, ഒരു ബിസിനസ് പെർസ്പെക്റ്റീവ് നോക്കിയാൽ വെൽനസ് ഇപ്പോൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് ഇപ്പോ. പക്ഷെ അത് അഭി അത് ആലോചിച്ചത് കോവിഡ് സമയത്ത് ബുദ്ധിമുട്ടിൽ നിന്നാണ്. അപ്പൊ ഇത് തുടങ്ങിയത് എങ്ങനെയാണ്? ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയായിരുന്നു? ലോൺ ആയിരുന്നു. 10 ലക്ഷം രൂപ ലോൺ എടുത്ത് തുടങ്ങിയതാണ്. ഇന്നും നമ്മളെ ബാങ്കുകാർ സഹായിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ അതിനൊരു നല്ല ബ്യൂട്ടി ഉണ്ട്. നമുക്ക് അതുകൊണ്ട് നമുക്ക് ഒരു തരത്തിലും അങ്ങനെയല്ല. നമുക്ക് ഈ മറ്റേ
പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇത് ബിസിനസ് എന്ന് വിളിക്കാൻ പാടില്ല, സർവീസ് ആണ്, എന്നാലും നമ്മൾ ബിസിനസ് കാശ് ആണ് ഉണ്ടാക്കാൻ ആക്ച്വലി. പോകുന്ന ഒരു മേഖലയാണല്ലോ. അപ്പൊ അതിലേക്ക് കടക്കുമ്പോൾ എസ്പെഷ്യലി യുവർ എ യങ് ബോയ്, 28 വയസ്സേ ആയിട്ടുള്ളൂ. 28 വയസ്സിൽ 24-ാമത്തെ വയസ്സിൽ തുടങ്ങി. 24-ാമത്തെ വയസ്സിൽ തുടങ്ങിയത്. 24-ാമത്തെ ഞാൻ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ആ പ്രായത്തിൽ കുറെ ആൾക്കാർ ഒന്നും ഫോക്കസ്ഡ് അല്ല, സ്വപ്നങ്ങളില്ല, അവര് ചില്ലിയാണ്, ജീവിക്കാണ്, എൻജോയ് ചെയ്യാണ്. പക്ഷെ ആ ചെറു പ്രായത്തിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനം തുടങ്ങണം എന്ന് തീരുമാനിച്ചു. തുടങ്ങി അത് 4 വർഷത്തിൽ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അബി. സോ അങ്ങനെ വന്ന് നിൽക്കുമ്പം ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണമല്ലോ, ബാങ്കിൽ നിന്ന് പോയി ലോൺ എടുക്കുക, ചെയ്യുക എന്ന് പറഞ്ഞത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണോ? അല്ലേ ജി, അത് എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കത്തില്ല. പക്ഷേ എന്താന്ന് വെച്ചാല് നമുക്ക് മുമ്പിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളുടെ മുമ്പിൽ ചില ഓപ്ഷൻസിൽ നമ്മൾ ചില കാര്യങ്ങൾ ധൈര്യത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ഒരു കാര്യം, ഞാൻ 10 ലക്ഷം രൂപ ലോൺ എടുക്കും. നന്നായിട്ട് ഒരു വർഷം കൂടെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരു 10-15 ലക്ഷം കൂടെ നമുക്ക് ചിലപ്പോൾ ലോൺ എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു 25 ലക്ഷം രൂപ കടാവും. ഇതൊക്കെ ആലോചിച്ചിരുന്നു. യെസ്. അപ്പൊ 24 വയസ്സുള്ള എനിക്ക് ഒരു 25 ലക്ഷം രൂപ കടം വന്നാൽ വീട്ടാനുള്ള ധൈര്യം ഉണ്ടാവണം. അതുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. അത് എനിക്ക് എന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അതായത് ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോയി പ്ലേസ് ആയാൽ അവിടെ ജോലി ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ആ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് തന്നെ മാറ്റാൻ പറ്റുന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഞാൻ അതിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ആ കടം വന്നാലും ഞാൻ വീട്ടും. അപ്പം ഞാൻ കടം വരുത്താം, കടം വന്ന് നോക്കട്ടെ എന്താ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഫസ്റ്റ് 1 ഇയറിൽ ഒന്നുമില്ല, ആരും വരുന്നില്ല, ഇല്ലില്ല, ആരും വരുന്നില്ല. തെറാപ്പിസ്റ്റിനെയൊക്കെ ഞാൻ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അപ്പം ഞാൻ അജിത്ത് എന്നൊക്കെ പറഞ്ഞാൽ അജിത്തേട്ട ഒന്ന് വരാമോ, എന്താ അജിത്തേട്ട് ഇവിടെ വന്നിട്ട് മസാജ് ഒന്ന് എടുത്തിട്ട് പോവാം. ഞാൻ ചേട്ടാ 10-15 ദിവസമായിട്ട് തെറാപ്പിസ്റ്റ് ചുമ്മാ ഇരിക്കുക, അപ്പം അവർക്കൊരു ബോറിങ് വരത്തില്ല, ശമ്പളം കൊടുക്കുമെന്ന് മാത്രമുള്ള അല്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെ, എൻ്റെ വളരെ വേണ്ടപ്പെട്ടവരൊക്കെ ചുമ്മാ തെറാപ്പിസ്റ്റുകൾ ചുമ്മാ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ഫ്രീ ആയിട്ട് ഒന്നും, അതെൻ്റെ ആവശ്യമാണെന്നേ, അത് അവരുടെ ആവശ്യമല്ലല്ലോ. എൻ്റെ ആവശ്യമാകുമ്പോൾ പിന്നെ എനിക്ക് അവരോട് പൈസ വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അത് മാത്രമല്ലേ ജി, എൻ്റെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ വൈദ്യരല്ല. അപ്പോൾ നമുക്കൊരു അങ്ങനെ നോക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമില്ല. പിന്നെ ഇത് അങ്ങനെ മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനം നമുക്കറിയത്തില്ല. ഒന്ന്, അതിനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല. ഇത് പിന്നെ ആൾക്കാർ പറഞ്ഞറിഞ്ഞു വരണം. അപ്പൊ ഇത് കൂടുതലും എങ്ങനെയാണ് ആത്മ വളർന്നത്? ആത്മ വളർന്നത് നമ്മൾ ഒത്തിരി റിക്വസ്റ്റ് 50% ഓഫ്, 80% ഓഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആളുകളെ അങ്ങോട്ട് വിളിച്ച് കയറ്റി, പിന്നെ അവരുടെ റെഫറൽ ത്രൂ ആണ് നമ്മൾ സർവൈവ് ചെയ്യാൻ തുടങ്ങിയത്. വേർഡ് ഓഫ് മൗത്ത് വഴിയാണ് സർവൈവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. അത് ആ സമയം ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു സാധനമാണല്ലോ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്നുള്ളത്. അത് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ 1-2 ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇവിടെ കൊച്ചിയിലുള്ളൊരു ചേച്ചിയുണ്ട്, അറിയായിരിക്കും, സംഗീത ജനചന്ദ്രൻ എന്നുണ്ട്. അപ്പോൾ സംഗീത ചേച്ചി ആ സമയത്ത് എനിക്കൊരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത് ഞാൻ സംഗീത ചേച്ചിയുടെ അടുത്ത്, തുടക്കത്തിലാണേ, എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ കൊച്ചിയിലേക്ക് അതിനു വേണ്ടി വരുന്നു. ഇടം എന്ന് പറഞ്ഞൊരു കഫേയിൽ ഞാനിങ്ങനെ വന്നിരുന്നിട്ട്, ഇപ്പോൾ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ചേച്ചി ഇതിങ്ങനെ എനിക്കിങ്ങനെ ഒരു ആത്മ എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പം നമുക്കൊന്ന്, അപ്പോൾ ചേച്ചിക്ക് ഒരു സോഷ്യൽ മീഡിയ ടീമുണ്ട്. അപ്പോൾ എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പേഴ്സണൽ ഫോണുണ്ട്, പിന്നെ ഞാൻ 2000 രൂപ കൊടുത്ത് മേടിച്ചൊരു ഫാൻസി നമ്പറുണ്ട്. അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്കിപ്പോൾ വല്ലപ്പോഴും പേഷ്യൻസ് വരുന്നുണ്ട്, ആ വല്ലപ്പോഴും വരുന്ന പേഷ്യൻസ് എൻ്റെ ഈ പേഴ്സണൽ നമ്പറിലാണ് വരുന്നത്. ഈ ഫോൺ സ്വിച്ച് ഓഫ് ആയാലും പ്രശ്നമൊന്നുമില്ല, അതുപോലെ ആരും വിളിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഈ ഒഫീഷ്യൽ നമ്പറിലേക്ക് കുറച്ച് കോൾസ് വരുന്ന പോലെ എനിക്കൊന്ന് മാർക്കറ്റ് ചെയ്താൽ കൊള്ളാം എന്നുണ്ട്. ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ബേസിക് ആയിട്ടൊരു ആഗ്രഹം, എൻ്റെ സ്വപ്നമായിരുന്നു. അത് സത്യമായിട്ട് എൻ്റെ സ്വപ്നമായിരുന്നു. ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് തുടങ്ങിക്കഴിഞ്ഞ് തിരുനക്കര അമ്പലത്തിലും മണ്ണർകാട് പള്ളി പെരുന്നാളിനൊക്കെ മാസ്ക് ഇട്ടിട്ട് ഞാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് എനിക്കിത് അറിയത്തില്ല, ഏതാ വർക്കാവുന്ന ഒരു ഐഡിയ ഇല്ലല്ലോ. എല്ലാം ട്രൈ ചെയ്തു. പത്രത്തിനകത്ത് ഇത് വെച്ചു, രാവിലെ 3:30 നമ്മൾ തന്നെ എണീറ്റ് പോയി. അതായത് അയാളുടെ കയ്യിൽ കൊടുത്താൽ ഒരു നോട്ടീസിന് 2 രൂപയും, നമ്മൾ പോയി വെച്ചാൽ ഒരു നോട്ടീസിന് 50 പൈസയും കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോയിട്ടുണ്ട്. സോ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത് അതിനിടയ്ക്കുന്ന് ചില കാര്യങ്ങൾ വർക്കാവും, ചില കാര്യങ്ങൾ വർക്കാവത്തില്ല. പക്ഷെ ഒരു 1.5 വർഷമായപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെങ്ങനെയാണ് ഈ സാധനം ഡെവലപ്പ് ആക്കാൻ പറ്റുന്നത്, ഏത് രീതിയിലാണ് ഇതിനെ ഹിറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി. പക്ഷേ എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ചേഞ്ചിങ് മൊമെൻറ്റ്, ഞാൻ 2021 ജൂലൈ 15 സ്റ്റാർട്ട് ചെയ്തത്. ജൂലൈ 15 സ്റ്റാർട്ട് ചെയ്തിട്ട് ആത്മയുടെ ഒരു പ്രത്യേകത, രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അപ്പം നിങ്ങൾ അവിടെ വന്നാൽ ഒരു 6:30 ആകുമ്പോൾ ജ്യൂസ് തരും, 7 മണിക്ക് യോഗയ്ക്ക് കൊണ്ടുപോകും. യോഗ കഴിഞ്ഞ് വരുമ്പോൾ ആയുർവേദവും നാച്ചുറോപ്പതി ഉണ്ട്. 2 ഡോക്ടേഴ്സ് ഉണ്ട് എല്ലായിടത്തും ആയുർവേദത്തിന് നാച്ചുറോപ്പതി ഉണ്ട്. അപ്പോൾ ഒരു 7 മണി തൊട്ട് 8 മണി വരെ യോഗ കാണും. അത് കഴിഞ്ഞൊരു യോഗിക്രിയ 8:30 ആകുമ്പോൾ തീരും. 9 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും.
10 മണിയാകുമ്പോൾ ഫുൾ ബോഡി മസാജിന് പോകും, 11 മണിയാകുമ്പോൾ ഒരു ജ്യൂസ് കൊടുക്കും, 12 മണിയാകുമ്പോൾ തിരിച്ചു വരുമ്പോൾ റൂമിലൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും, 1 മണിക്ക് ലഞ്ചിന് പോകും, 1:30 ഒരു അബ്ഡമിനൽ പാക്ക് എന്ന് പറഞ്ഞാൽ ഡൈജഷൻ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും, ഉച്ച കഴിഞ്ഞ് മഡ് ബാത്ത്, നമ്മുടെ ശരീരത്തിൽ മഡ് ബാത്ത്, ടർമറിക് ബാത്ത്, അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും, 3 മണിയാകുമ്പോൾ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകും, 4 മണിയാകുമ്പോൾ ചായ തരും, 5 മണിയാകുമ്പോൾ മെഡിറ്റേഷൻ കൊണ്ടുപോകും, 6:30 ആകുമ്പോൾ അത്താഴക്കൂട്ടം എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ഗ്യാതറിങ്ങിന് പോകും, 7 മണിക്ക് ഡിന്നർ. അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് പാക്ഡ് ആണ്. പാക്ഡ് ആണ്. ഇവിടെ എല്ലാവർക്കും ഒരേ രീതിയിലാണ്. ഒരേ ട്രീറ്റ്മെന്റ് അല്ല, അല്ല, ടൈമിംഗ് സെയിം ആയിരിക്കും. ടൈമിംഗ് സെയിം ആയിരിക്കും. മസാജ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് 36 ടൈപ്പ് മസാജ് ഉണ്ട്. നമ്മളുടെ ഒരു കണ്ടീഷൻ അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും 10 പേരാണോ അഡ്മിറ്റ് എങ്കിൽ 10 ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും, 10 ഡിന്നർ ആയിരിക്കും, 10 ലഞ്ച് ആയിരിക്കും. അപ്പോൾ അതെല്ലാം ഡിഫറെൻറ്റ്. ഞാനിത് ആത്മ സ്റ്റാർട്ട് ചെയ്യപ്പോൾ എനിക്ക് ആ സമയത്ത് രജിസ്ട്രേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ജസ്റ്റ് കോഴ്സ് കഴിഞ്ഞു. അപ്പോൾ എന്നെക്കാൾ 5 വർഷം സീനിയർ ആയിട്ടുള്ള 2 ഡോക്ടേഴ്സിനെ സ്റ്റാഫാക്കി നിർത്തിയിട്ടാണ് ഞാൻ ആത്മ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ വിചാരം രാവിലെ 6:30 ഞാൻ എണീറ്റ് ജ്യൂസ് ഉണ്ടാക്കാൻ പോകും, അത് കഴിഞ്ഞ് ഇവർ യോഗയ്ക്ക് പോകുമ്പം ഞാനവിടെ ഉണ്ടേ. 8 മണിയാകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി നോക്കും, 8:30 ഇവരുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഇരുന്ന് പേഷ്യൻസിനോട് വർത്തമാനം പറയും. അപ്പോൾ ഞാനിത് റൺ ചെയ്യാണ്, ഞാനിതിൻ്റെ തലയിൽ ഇതെങ്ങനെ എടുത്ത് റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് നവംബർ ഡിസംബർ ആയപ്പോൾ എനിക്കൊരു ബാക്ക് പെയിൻ വന്നു. നവംബറല്ല ബാക്ക് പെയിൻ വരുന്നത്, 1 മന്ത് നമ്മൾ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഡിസംബർ ആയപ്പോൾ ഒരു MRI എടുത്ത് നോക്കിയപ്പം എൻ്റെ സ്പൈനിൽ പസ്സാണ്, എൻ്റെ സ്പൈനിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലാണ്. 6 മന്ത്സ് ഞാൻ ബെഡ് റെസ്റ്റ് ആവണം, അതായത് ബെഡ് റെസ്റ്റ് വേണം അവർ പറഞ്ഞു. ഞാൻ 6 മന്ത്സ് ബെഡ് റെസ്റ്റിലേക്ക് പോയി. അതായത് 2021 ജൂലൈയിൽ തുടങ്ങി 2022 ജാൻ തൊട്ട് ഞാൻ ബെഡ് റെസ്റ്റ് പോയി. 6 മന്ത്സ് ബെഡ് റെസ്റ്റ് പോയി. ഈ ആത്മയ്ക്കൊരു ഒന്നും സംഭവിച്ചില്ല, ആത്മ വളരെ ഗംഭീരമായിട്ട് പോയി. ഞാൻ വിചാരിച്ചു ഞാൻ കാരണം ഒരു തേങ്ങയല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ആ ഒരു അത് നമ്മളെ പല രീതിയിലാണല്ലോ, നമ്മളുടെ ബന്ധുക്കളും നമ്മളുടെ വളരെ ക്ലോസ്, 24-ാമത്തെ വയസ്സിൽ മോനി ഇത് വന്നല്ലോ, കറക്റ്റ് അല്ലേ? അവര് നമ്മൾക്ക് ഇത് ആരെങ്കിലും അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് അവരുടെ അടുത്തോട്ട് ഒരു കാര്യമില്ല. അത് അയാളെ കൂടുതൽ ഡിപ്രഷനിലേക്ക് വിടുന്നല്ലാതെ നമ്മളിത് ആഗ്രഹിച്ച് കിട്ടിയൊന്നുമില്ല. ഒരാൾ വന്നിട്ട് 24-ാമത്തെ വയസ്സ് ഇങ്ങനെ വന്നു, നമുക്കും ആഗ്രഹമില്ല 24-ാമത്തെ വയസ്സ് ഇതുമായിട്ട് നടക്കണം എന്ന്. ഇത് വന്നു, എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് എന്ത് ചെയ്തു? അത് പിന്നെ നമ്മൾ ബെഡ് റെസ്റ്റ് എടുത്തു, അത് കഴിഞ്ഞ് പിന്നെ മരുന്നൊക്കെ കഴിച്ചു. അതൊരു ലോങ് പ്രോസസ് ആയിരുന്നു, 1.5 years. ഇത് വരാൻ കാരണം അത് വരാൻ കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു. പക്ഷെ അതാണ് ആത്മയുടെ സ്കെയിലബിലിറ്റിയുടെ അല്ലെങ്കിൽ ആത്മ സ്കെയിൽ ചെയ്യാനുള്ള റീസൺ. അത് മനസ്സിലാക്കി തന്നു. എനിക്ക് ജൂൺ കഴിഞ്ഞ് എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല, ആത്മ ഈസ് റണ്ണിങ് സ്മൂത്ത്. അപ്പൊ ഞാൻ BNI പോലുള്ള ബിസിനസ് നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്ക് ഞാൻ പോകാൻ തുടങ്ങി. ഇത് ഗ്രോ ചെയ്യാനുള്ള എനിക്ക് നെറ്റ്വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇന്ന് ഈ പറയുന്ന കുറേ സെലിബ്രിറ്റീസുമായിട്ട് കണക്റ്റഡ് ആണ്, ഞാൻ കുറേ ആളുകളായിട്ട് കണക്റ്റഡ് ആണ്. ഇതൊന്നും എനിക്ക് ഒരു ഗോഡ് ഫാദർ എനിക്കില്ല. ഞാൻ ആ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ട് മെസ്സേജ് അയച്ചോ, വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ അങ്ങോട്ട് മെസ്സേജ് അയച്ച്, ഞാൻ ഈ ജീവിച്ചാനൊക്കെ 3 വർഷം മുമ്പ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ല, ദിസ് ഐ ഹാവ് ടു അഗ്രി. ഓക്കെ, ഇന്നത്തെ കാലത്തെ കുട്ടികൾ എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ ഒട്ടും ഇനിഷ്യേറ്റീവ് എടുക്കാത്ത ഒരാളാണ്. എൻ്റെ ലൈഫ് ഇസ് വെരി കംഫർട്ടബിൾ. അങ്ങനെ ആയി ഞാൻ അങ്ങനത്തെ ഒരാളാണ്. പക്ഷേ അഭിജീത്തിനെ പോലെ അല്ലെങ്കിൽ അതുപോലെ കുറേ കുട്ടികൾ ഇപ്പോഴുണ്ട് ഹു ആർ സോ റെഡി ടു ഡു എവറിത്തിങ്. യുനോ ആ ഒരു അത് എവിടെ നിന്നാണ് ഈ ഒരു മോട്ടിവേഷൻ വരുന്നത്? വേറെ ഹൗ ആർ യു ഡൂയിങ് ദിസ്? ബിക്കോസ് ഐ വുഡ് ലവ് ടു ലേൺ. സത്യം പറഞ്ഞാലേ എന്റെ ജീവിതത്തിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, കറക്റ്റ് അല്ലേ? എന്നെ ഞാൻ ഇത് ഇത്രയും വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു, ഞാൻ ഈ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി, എന്നെ വിശ്വസിച്ച് പലരും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നെ വിശ്വസിച്ച് പലരും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് 28 വയസ്സിനുള്ളിൽ 100 പേരിൽ കൂടുതൽ എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മാസം 5-ാം തീയതിക്ക് മുമ്പ് ഞാൻ 100 പേരുടെ വീട്ടിൽ എനിക്ക് വരുമാനം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആ ധൈര്യത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഞാൻ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് ആണല്ലോ ചേച്ചി, ലാലേട്ടനെ കാണണം, മമ്മൂക്കനെ കാണണം. ഞാനൊക്കെ ചൈന ടൗൺ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങില്ലേ, ഈ കോട്ടയത്ത് തിരുനക്കര അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് അന്ന് ഇതാണ് ഫിലിമാണ്, തിരുനക്കര അമ്പലത്തിന് മുന്നിൽ ആനയുടെ പുറത്താണ് ഈ ഫിലിം കൊണ്ടുവന്നത്. അപ്പൊ ഈ ആനയുടെ പുറത്ത് കയറാൻ ആളില്ല. ഞാൻ ആനപ്പുറത്ത് കയറിയിട്ടുണ്ട്. ഞാൻ ആനപ്പുറത്ത് കയറി ഞാൻ ആ ഫിലിമുമായിട്ട് തിയേറ്ററിലേക്ക് പോയിട്ടുണ്ട്. എനിക്ക് അറൗണ്ട് ഒരു 45 മിനിറ്റ്സ് ലാലേട്ടനുമായിട്ട് ഒരുമിച്ച് ഒരു റൂമിനകത്ത് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം കിട്ടുന്നത് എനിക്ക് ഈ ഐഡന്റിറ്റി കൂടി ചേച്ചി. അത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഈ ഐഡന്റിറ്റിയാണ്. ഞാൻ ഡോക്ടർ ആണെന്നുള്ളതുകൊണ്ടാണ്, ഞാൻ ആത്മ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതുകൊണ്ടാണ്. വെരി പ്രൗഡ്. ഞാൻ
കഷ്ടപ്പെട്ട് മാത്രമേ ചെയ്യുന്നത്. ഇപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ ബിസി എന്നുള്ള സാധനം, ഞാൻ കഷ്ടപ്പെട്ട് ബിസി ആയതാ. അതെനിക്കറിയാം. ഞാൻ ആക്സിഡന്റലി ബിസി ആയ ആളല്ല. ആഗ്രഹിച്ച് ആ ബിസി ആയത്. ഒരു നൈറ്റ് ഉറങ്ങി എണീറ്റപ്പോ ഇങ്ങനെ സംഭവം ഒന്നും അല്ലല്ലോ. നമ്മള് നടുവേനായിട്ട് കിടന്നപ്പോഴും ആത്മയെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴും നമ്മളെ വളരെ മോശമായിട്ട് കളിയാക്കി ഇറക്കി വിട്ടെടുത്തുനിന്ന് നമ്മളെ കരയിച്ചിറക്കി വിടാൻ ശ്രമിച്ചിരുന്നൊക്കെ നമ്മൾ ചിരിച്ചുകൊണ്ടിരുന്ന് അവരുടെ മുമ്പിൽ ഗസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ ചേച്ചി ചോദിച്ചില്ല ധൈര്യം എവിടെ നിന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചറിവുണ്ടായിട്ടുണ്ട്, ഇതല്ലാതെ ജീവിതത്തിന് വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളത്. തിരിച്ചു പോക്കില്ല. ആ ഒരു നമ്മുടെ ഐഡന്റിറ്റി ഇതാണ്, നമ്മളുടെ ഒരു പാത്ത് ഇതാണ് എന്ന് വളരെ ചെറുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്ത ഒരാളാണ്. അതെ, അത് കറക്റ്റ് ആയിരിക്കും. അതായിരിക്കും ശരിക്കും എന്ന് വെച്ചാൽ ഞാൻ 2018 അമൃത ടിവിയിൽ ഒരു ജനനായകൻ എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു. രഞ്ജി പണിക്കരും ഷാജി കൈലാസുമായിട്ട്. അത് സോഷ്യൽ ആക്ടിവിസ്റ്റിനെ കണ്ടുപിടിക്കാനുള്ള ഷോ ആയിരുന്നു. അതായിരുന്നു എൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന വേറൊരു മൊമെന്റ്. അപ്പം നമ്മള് ഒരു ഷോ ഭയങ്കര രസമുള്ള ഷോ ആണ്. ഒരു വിഷയം ഏറ്റെടുക്കണം. വിഷയം ഏറ്റെടുക്കുമ്പോൾ അമൃതയുടെ ഒരു ചാനൽ വന്നിട്ട് അത് ഷൂട്ട് ചെയ്യും. 15 ദിവസം സമയം തരും. 15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അവരുടെ ടീം വരുമ്പോൾ ഈ വിഷയം പരിഹരിക്കണം. എനിക്ക് ഓർമ്മയുണ്ട്. നല്ലൊരു കോൺസെപ്റ്റ്, നല്ല ഗംഭീര കോൺസെപ്റ്റ്. പക്ഷെ ഈ കഷ്ടപ്പെട്ട് പരിഹരിച്ചിട്ട് വന്നിട്ട് നമ്മൾ ചെല്ലുന്ന എങ്ങോട്ടാണെന്നറിയോ? ഈ സ്റ്റോറി ആയിട്ട് രഞ്ജി സാറിന്റെ മുന്നിലോട്ട്. പുള്ളി ഇതിനെ വലിച്ചു കീറാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. എന്തൊക്കെ നമ്മള് ഇതിനകത്ത് രാഷ്ട്രീയം ആര് കണ്ടു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് റോങ്, പക്ഷെ പുള്ളിയുടെ ജോലി അതാണ്. അങ്ങനെ വലിച്ചു കീറ ആ ഷോയിൽ ഞാൻ ടൈറ്റിൽ വിന്നർ ആയിരുന്നു. അതാണ് നമ്മളെ ഏറ്റവും ഭംഗിയായിട്ട് മോൾഡ് ചെയ്തെടുത്തത്. കോൺഫിഡൻസ് നമ്മൾക്ക് വേറെ പെർസ്പെക്റ്റീവ് നൽകി. നമ്മളുടെ സൊസൈറ്റിയെ പറ്റി നമുക്ക് വളരെ വ്യത്യസ്തമായൊരു പെർസ്പെക്റ്റീവ് നൽകി. അപ്പം അതിനൊക്കെ നമ്മൾ ഈ ഒരു ജേർണിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു മൂഡ് എനിക്ക് തോന്നുന്നു 21 ആ വയസ്സിലാണല്ലോ, 2018 ആ സമയം തൊട്ട് തുടങ്ങി 24 നമ്മൾ നമ്മൾ ഇങ്ങനെയാണ് പോകുന്നത്, ഇതാണ് നമ്മുടെ റൂട്ട് എന്നുള്ള ക്ലാരിറ്റി. കുറെ സെലിബ്രിറ്റീസിനെ കാണുന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഈ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത്, അവർക്കൊക്കെ കോമൺ ആയിട്ടുള്ള വല്ല കാര്യങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? സിമ്പിൾ ഇഷ്യൂസ് തന്നെ വളരെ കോമൺ ആണ് ചേച്ചി അവർക്ക്. ഈ പറയുന്ന ഇഷ്യൂസ് ഇല്ലേ, ഈ പറയുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, ഈ പറയുന്ന ഉറക്കമില്ലായ്മ, അമിതമായിട്ട് സ്ട്രെസ് ആവുക, ഈ പറഞ്ഞ ഈ വെയിറ്റ് ഗെയിനും വെയിറ്റ് ലോസും, അതൊക്കെ ഐഡിയലി ചെയ്യാൻ പറ്റും അവർക്ക്. ഇങ്ങനെയുള്ള സിമ്പിൾ ഇഷ്യൂസ് ആണ്. നമ്മുടെ അടുത്ത് എല്ലാ സെലിബ്രിറ്റീസും വരുന്നത് ഈ ഒരു ഇഷ്യൂസിന് മാത്രമാണ്. പക്ഷെ അത് സിമ്പിൾ അല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം മമ്മൂക്കേന്റെ ഒരു ഉദാഹരണം എടുത്തോളൂ. മമ്മൂക്ക സപ്പോസ് ടു ബി ഇപ്പോഴും ഈ ലുക്സ് ലൈക്ക് ഒരു ചെറുപ്പക്കാരൻ. പക്ഷെ മമ്മൂക്കയ്ക്ക് അസുഖം വന്നപ്പോൾ നമ്മൾക്ക് അയ്യോ മമ്മൂക്കയ്ക്കും അസുഖം വന്നല്ലോ എന്ന് നമ്മൾ വിചാരിച്ചു പോയി. അപ്പോ എന്താ ലക്കിലി അദ്ദേഹം ബൗൺസ് ബാക്ക് ചെയ്തു. സോ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ വാട്ട് ഡു യു ഫീൽ ആസ് എ ഡോക്ടർ? അത് ഇപ്പം നമ്മൾ പലരോട് സംസാരിക്കുമ്പോൾ, ഈവൻ സെലിബ്രിറ്റീസിനോട് വരെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്, ഇതൊക്കെ നോക്കിയിട്ട് എന്താ കാര്യം? ഡയറ്റ് നോക്കണം, വർക്കൗട്ട് നോക്കണം, അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിരിക്കണം, മറ്റ് ബാഡ് ഹാബിറ്റ്സ് അധികം ഉണ്ടാവാൻ പാടില്ല. ഇതെല്ലാം മലയാള സിനിമയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നമുക്കൊരു ഐഡിയൽ ആയിട്ട് വന്നയാൾ മമ്മൂക്കയാണ്. പക്ഷേ അത് കഴിഞ്ഞ് മമ്മൂക്കയ്ക്കും ഈ അസുഖം വന്നില്ലേ? അപ്പൊ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത്, ഏറ്റവും ഹെൽത്തി ആയ ആൾക്കാർക്കും അസുഖം വരാം. അപ്പൊ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത് നിനക്ക് മനസ്സിലായില്ലേ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ വേറെ രീതിയിലാണ് ഈ അതിനെ കാണുന്നത്. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ചില അസുഖങ്ങൾ നമ്മളിലേക്ക് വരാം, സത്യമാണ്. അപ്പോൾ അത് വരാതിരിക്കണം എന്നുള്ളതാണ്, അങ്ങനെ ചെയ്യുമ്പോൾ അത് വരാതിരിക്കും എന്നുള്ളതാണ് കൂടുതൽ കേസുകൾ. ചിലപ്പോഴൊക്കെ അങ്ങനത്തെ അസുഖങ്ങൾ നമ്മളെ പിന്തുടർന്ന് വരാം. വേറൊരു കാര്യം ആലോചിച്ച് നോക്ക്, 73-ാമത്തെ വയസ്സിൽ 73-ാമത്തെ വയസ്സിൽ മമ്മൂക്കയെ പോലൊരു മനുഷ്യന് അസുഖം വന്നിട്ട് അദ്ദേഹം അതിനകത്ത് നിന്ന് തിരിച്ചു വന്ന് സ്വന്തമായിട്ട് കാർ ഓടിച്ച് മനോരമയുടെ ഹോർത്തൂസ് പരിപാടിക്ക് വന്ന് ഇനാഗ്രേറ്റ് ചെയ്തില്ലേ? ആ മുണ്ടെടുത്ത് മമ്മൂക്ക തിരിച്ച് കാർ ഓടിച്ച് അവിടെ വന്നത് അദ്ദേഹത്തിന്റെ ലൈഫിലെ ഡിസിപ്ലിൻ കൊണ്ടാണ്. അതാണ് ഡിസിപ്ലിന്റെ പവർ. നിങ്ങൾക്ക് വരാം, പക്ഷെ നിങ്ങൾ തിരിച്ചു വരുമോ അതിനകത്തുനിന്ന്? നമ്മളുടെ വീട്ടിലെ അച്ഛനോ അമ്മയ്ക്കോ അല്ലോ ആ ഒരു അസുഖം വന്നിട്ട് 73-ാമത്തെ വയസ്സിൽ അവരാ ഏത് സിറ്റുവേഷനിലാവും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത് മമ്മൂക്കയെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അത് മമ്മൂക്കയെ കൊണ്ട് മാത്രം പറ്റുന്നതിൻ്റെ അർത്ഥം മമ്മൂക്ക അന്ന് വരെ മമ്മൂക്കയുടെ ജീവിതത്തിൽ കൊണ്ടുപോയ ഡിസിപ്ലിൻ്റെ ഗുണമാണ്. ഡിസിപ്ലിനാണ് നമ്മളെ ആ തിരിച്ചു വരവിലേക്ക് നമ്മളെ നയിച്ചത്. നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവാം, ആ പ്രശ്നങ്ങൾ നിങ്ങൾ തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അതിനകത്ത് അതിജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ അതിജീവിച്ച് വന്നതിൽ ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന ഇൻസ്പിറേഷനാണ് മമ്മൂക്ക. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡിസിപ്ലിൻ ഇൻ യുവർ ലൈഫ് എന്നുള്ളതിന് മമ്മൂക്ക തന്നെയാണ് ഉദാഹരണം. മമ്മൂക്ക അസുഖം വന്നു എന്നുള്ളതല്ല ഉദാഹരണം, മമ്മൂക്ക അസുഖത്തിൽ നിന്ന് വളരെ ഗംഭീരമായിട്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഞാൻ റീസെൻ്റ്ലി മമ്മൂക്ക കണ്ടപ്പോൾ
പഴയ മമ്മൂക്കയെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ചെറിയ വിഷമം ഉണ്ടാവുന്നത്. കറക്റ്റ്. മമ്മൂക്കയെ വെച്ച് തന്നെ മമ്മൂക്കയെ കമ്പയർ ചെയ്യുമ്പോഴാണ്. പക്ഷെ നിങ്ങൾ മമ്മൂക്കയുടെ സമപ്രായക്കാരെ ആലോചിച്ച് നോക്ക്. സമപ്രായം ഒന്നും മമ്മൂക്കേക്കാൾ 20 വയസ്സുകളെ ആൾക്കാരെ ആലോചിച്ച് നോക്ക്. അപ്പോൾ മമ്മൂക്കയുടെ വാല്യൂ നമുക്ക് മനസ്സിലാവും. സോ മമ്മൂക്കയുടെ ഡിസിപ്ലിൻ ആണ് ഇന്നും നമുക്ക് ഇൻസ്പിറേഷൻ. ഇപ്പൊ നമ്മൾ പ്രേക്ഷകരെടുത്ത് പറയാണ്, ഇപ്പം ഇങ്ങനത്തെ ഒരു സംഭവം അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്, ഇത് എക്സ്പെൻസീവ് ആണോ? അത് ഞാൻ ചോദിച്ചോട്ടെ. ചേച്ചി ഇത് എങ്ങനെ എക്സ്പെൻസീവ്? എനിക്ക് എപ്പോഴും അതെ കറക്റ്റ് അല്ല, ആൾക്കാർക്ക് അറിയണോ? അതെ ഇപ്പൊ നമ്മൾ എക്സ്പെൻസീവ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഉദാഹരണം ചേച്ചി, 15 വർഷമായിട്ട് നിങ്ങൾ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിസീസിനെയാണ് 15 ദിവസവും 21 ദിവസം വന്ന് സ്റ്റേ ചെയ്ത് റിവേഴ്സ് ചെയ്യാൻ പറയുന്നത്. And you are talking about absolute reversal. Yes, the reversal. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതശൈലി കൊണ്ട് മാറ്റാന്നാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല കേട്ടോ, ഞങ്ങൾക്ക് അതിനൊന്നും ചെയ്യാനില്ല. എന്നിട്ട് ഇതിപ്പോ റിവേഴ്സ് ചെയ്തു എന്ന് പറഞ്ഞു, വീണ്ടും അവര് തിരികെ അല്ലല്ല, എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അവർ വിടുന്നത്. ഓക്കെ. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ വർഷത്തിൽ ഒരു അഗെയിൻ വൺസ് ഇൻ എ ഇയർ യു കം ബാക്ക് ആൻഡ് യു ഡു ഇറ്റ് എന്നുള്ളത് നമ്മുടെ റിക്വസ്റ്റ് ആണ്. എങ്ങനെ ഇത് കറക്റ്റ് ചെയ്യാം എന്നുള്ളത് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് റിവേഴ്സിന്റെ മീനിങ്. ഓക്കെ. എഡ്യൂക്കേഷൻ കൂടി ഉണ്ട്. എഡ്യൂക്കേഷൻ ആണ് ചെയ്യുന്നത്, അത് മാത്രമേ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഞാൻ അവിടെ വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാതെ നിങ്ങൾ എന്തൊക്കെയോ തന്നു, എന്താ കാര്യം? ഒരു കാര്യമില്ല. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ എൻ്റെ വാല്യൂ ഉള്ളൂ. ആൻഡ് ഇപ്പം വന്നിരിക്കുന്ന ആൾക്കാരിൽ ഹൗ ആർ യു നോട്ടീസിങ് ഇറ്റ്? അതിപ്പം കുറെ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നന്നായി പോകുന്നുണ്ട്. എത്ര ക്ലിനിക് ഉണ്ട് ഇപ്പോ? ഒപിയും ഐപിയും കൂടെ മോർ ദാൻ 10. എവിടെയൊക്കെയാണ് ഈ ക്ലിനിക്സ്? ഒപി ക്ലിനിക് ഉള്ളത് തിരുവനന്തപുരത്തുണ്ട്, കോട്ടയത്തുണ്ട്, കൊച്ചിയിലുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്. IP ഹോസ്പിറ്റലായിട്ടുള്ളത് കോട്ടയത്താണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത്. ആത്മ നമ്മൾ കോട്ടയത്താണ് ഉള്ളത്. ഇപ്പൊ പിന്നെ കൊല്ലത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്, തേക്കടിയിലുണ്ട്, ഹരിപ്പാടുണ്ട്, വയനാടുണ്ട്. ഇനി മുന്നോട്ട് എന്തൊക്കെയാണ് പ്ലാൻസ്? മുമ്പോട്ട് ഇപ്പൊ ഈ ഹരിപ്പാട് പ്രോപ്പർട്ടി ആക്ച്വലി ഒരു 420 വർഷം പഴക്കമുള്ള ഒരു വലിയ കൊട്ടാരായിരുന്നു. ഒരു ഹെറിറ്റേജ് പ്രോപ്പർട്ടിയാണ്. ശ്രീനാരായണ ഗുരുദേവനൊക്കെ വന്ന് താമസിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അത്. അത് ആക്ച്വലി അവര് ഒരു നമുക്ക് സ്റ്റാറിങ് ഇടാൻ പറ്റുന്ന, പക്ഷെ ഒരു 5 സ്റ്റാറിന് മേളിൽ ലക്ഷറി ആയിട്ടുള്ള മോസ്റ്റ് ലക്ഷറി പ്രോപ്പർട്ടി. യെസ്, അത് റണ്ണിങ് ആണ്. ഹരിപ്പാടുള്ള ഒരു പ്രോപ്പർട്ടി. അത് വളരെ ഈ പറഞ്ഞ ഈ കേരളയുടെ ഒരു മുഖമുദ്രയൊക്കെ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഹെറിറ്റേജ് ഉള്ള ഒരു പ്രോപ്പർട്ടി. ട്രഡീഷനും കൾച്ചറും ആയുർവേദവും നാച്ചുറോപ്പതിയും വളരെ റൂട്ടഡ് ആണ്. കറക്റ്റ്. പിന്നെ വയനാടുള്ള പ്രോപ്പർട്ടി കുറച്ചുകൂടെ ഈ പ്രകൃതി രമണീയമായ, ബാംഗ്ലൂരിൽ നിന്ന് ഒരു 5 hours മാത്രം ജേർണി ഉള്ള, ഈ വർക്ക് സ്റ്റേഷൻ പോലെയൊക്കെ ആളുകൾ വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതാണ് റീസെന്റ് വരുന്ന നമ്മുടെ 2 പുതിയ. അപ്പം ഇത് അപ്പാർട്ട് ഫ്രം എന്താ പറയുക, എഡ്യൂക്കേറ്റിംഗ് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അതുപോലെ ആൾക്കാരെ വെൽനെസിന്റെ ജേർണിയിലേക്ക് കൊണ്ടുപോകുക, റിവേഴ്സൽ ഓഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതല്ലാതെ ഒരു എന്താ പറയുക, ഒരു പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ശൃംഖലയിലേക്കും കടക്കുന്നുണ്ട്. അത് ഇതെല്ലാം അങ്ങനെയാണ് ചേച്ചി. ഇപ്പോൾ വയനാടുള്ള പ്രോപ്പർട്ടി അങ്ങനെയാണ്. ഇപ്പം ഈ സാധാരണ റിസോർട്ട്സുകൾ ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പം ഈ റിസോർട്ടുകളിൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽറ്റി എന്താണെന്ന് വെച്ചാൽ വീക്കെൻഡ്സ് മാത്രമാണ് അവർക്ക് തിരക്കുള്ളത്. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ആണ് തിരക്കുള്ളത്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ പ്രോപ്പർട്ടി മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്യൂസ് വരാറുണ്ട്. കാരണം പലതരത്തിലുള്ള പാർട്ടീസും കാര്യങ്ങളും അങ്ങനെയൊക്കെ പല രീതിയിലാണല്ലോ പ്രോപ്പർട്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രോപ്പർട്ടീസ് നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന പ്രോപ്പർട്ടീസ് നമ്മളിപ്പോൾ കംപ്ലീറ്റ്ലി ആയുർവേദമാക്കി കൺവേർട്ട് ചെയ്ത് ഏറ്റെടുക്കും. ഓക്കെ. സോ ഇപ്പോൾ ഇതെല്ലാം ആയുർവേദ, നാച്ചുറോപ്പതി, വെൽനെസ് പ്രോപ്പർട്ടീസ് ആണ് എല്ലാം. പിന്നെ അതിന്റെ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസിലാണ് വ്യത്യാസം. അപ്പോൾ അഫോർഡബിലിറ്റി മാറില്ലേ? ഇപ്പം അതായത് പറഞ്ഞ പെർ ഡേ 5,000 ഇൻക്ലൂഡിംഗ് ട്രീറ്റ്മെന്റ്, ഫുഡ്, അക്കോമഡേഷൻ കിട്ടുന്ന പ്രോപ്പർട്ടി ഉണ്ട്. പെർ ഡേ 40,000 ഇൻക്ലൂഡിംഗ് ഫുഡ്, അക്കോമഡേഷൻ, ട്രീറ്റ്മെന്റ് കിട്ടുന്നു. ആളുകൾക്ക് പല രീതിയിലാണല്ലോ ഇത് വേണ്ടത്. അപ്പോൾ ഹു ഈസ് വില്ലിംഗ് ടു പേ, അവർക്ക് ആ രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ് ഈ സൈഡിൽ. അങ്ങനെ ഏത് റേഞ്ചിലുള്ള പ്രോപ്പർട്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ്. ഇനി ഇത് പുറത്തേക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകാനുള്ള ഒരു ആഗ്രഹം. ഇപ്പം നമ്മൾ ദുബായിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. US എല്ലാ വർഷവും പോകാറുണ്ട്. US എല്ലാ വർഷവും പോയി ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ ആ US നമ്മളൊരു പ്ലാനിങ്ങിലാണ്. അങ്ങനെ കുറച്ച് രാജ്യങ്ങളിൽ നമ്മൾ പ്ലാനിങ് നന്നായിട്ട് പോകും. ഇപ്പോൾ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കുറെ സ്ഥലത്ത് പോയി സംസാരിക്കുന്ന ഒരാളാണല്ലോ ഡോക്ടർ അഭി. ഇപ്പോഴത്തെ അപ്രോച്ച് എങ്ങനെയാണ് ഈ ആൾക്കാരുടെ ടുവേർഡ്സ് ഹോളിസ്റ്റിക് വെൽനെസ്? വളരെ പോസിറ്റീവാണ് ചേച്ചി, വളരെ പോസിറ്റീവാണ്. ഇപ്പം ഞാൻ US ക്ലാസ്സുകൾ എടുക്കാനാണ് പോകുന്നത്. അതായത് ഒരു പ്രാവശ്യം പോകുമ്പോൾ ഒരു 8-9 സ്ഥലങ്ങളിൽ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. വളരെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് അവരതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആളുകൾ വളരെ ആക്സെപ്റ്റീവാണ്. അതായത് ഒരു വർഷത്തിൽ ഒരു സർവീസ് ആവശ്യമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ
ഏത് രീതിയിൽ നോക്കിയാലും, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാനാണെങ്കിലും അവരുടെ വാല്യൂ ഓഫ് മണി ആണെങ്കിലും അവരുടെ ഈ പറയുന്ന എഫേർട്ടും എല്ലാം ഈ ഒരു സ്ഥലങ്ങളിൽ വരുമ്പോൾ കുറവാണല്ലോ. അതെ. അപ്പോൾ ഒരു നടുവേദനയായിട്ട് 15 വർഷമായിട്ട് നിങ്ങൾ 15 സ്ഥലത്ത് പോയി എത്ര രൂപ സ്പെൻഡ് ചെയ്ത് കാണും? അതിന് പകരം നിങ്ങളൊരു 15 ദിവസം നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമെന്ന് പറയുമ്പം എങ്ങനെ നോക്കിയാലും അവർക്കത് വാല്യൂ ആഡഡ് ആണ്. അതുകൊണ്ട് ആൾക്കാർ ഇതിനെ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഒരു നേച്ചർ ഡ്രിവൺ ആണല്ലോ, കുറച്ചുകൂടെ നാച്ചുറൽ മെത്തേഡ്സ് ആണ്. ഇപ്പം ഞാൻ നാച്ചുറോപ്പത്തി, ആയുർവേദ അതിന്റെ വലിയ ഫാൻ ആയിട്ട് ഒരാളാണ്. അപ്പൊ എനിക്ക് വളരെ ചെറിയ പ്രായത്തിൽ എനിക്ക് എൻ്റെ ഡിസ്ക് തെറ്റിയ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പ്രൊലാപ്സ് ഡിസ്ക് ഒക്കെ ആയിരുന്നു. അതൊക്കെ ആയുർവേദമാണ് എനിക്ക് സോൾവ് ചെയ്തത്. പക്ഷെ 2-3 വർഷം മുമ്പാണ് ഞാൻ നാച്ചുറോപ്പത്തി ട്രൈ ചെയ്യുന്നത്. അങ്ങനെ ഞാനൊരു നാച്ചുറോപ്പത്തി സെന്ററിൽ പോയി ഞാനൊരു വാട്ടർ ഫാസ്റ്റ് ഒക്കെ ചെയ്ത വന്ന ഒരാളാണ്. അപ്പം അതിന്റെ ബെനിഫിറ്റ്സ് നന്നായി മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇതൊന്നും അറിയാത്ത ആൾക്കാർ ഇപ്പോഴും കുറേ പേരുണ്ട്. നാച്ചുറോപ്പത്തിയും ആയുർവേദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊന്ന് പറയാം നട്ട്ഷെല്ലിൽ. വാട്ട് ഈസ് നാച്ചുറോപ്പത്തി? ടെക്നിക്കലി പറഞ്ഞാൽ ആയുർവേദം എന്നുള്ളത് 3 ഈ പറഞ്ഞ വാത പിത കഫ ആ 3 നേച്ചറിൽ ഫോക്കസ് ചെയ്ത് പോകുന്നതാണ്. ആയുർവേദത്തിൽ യഥാർത്ഥത്തിൽ കുറച്ച് മെഡിസിൻസും കഷായവും അങ്ങനത്തെ മരുന്നുകളും ഒക്കെ ആയുർവേദത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ യു ആർ കമ്മിങ് ടു നാച്ചുറോപ്പതി, നമ്മൾ ഈ പറയുന്ന 5 എലമെന്റ് തിയറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ആകാശം, വായു, ജലം, അഗ്നി. അപ്പോൾ ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി തിയറിക്കലി ഉള്ള വ്യത്യാസം. 2, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നാച്ചുറോപ്പതി ഇത് മോർ ഫോക്കസ്ഡ് ഓൺ ഡയറ്റ്. നമ്മൾ ഡ്രഗ്ലെസ് തെറാപ്പിയാണ് നാച്ചുറോപ്പതി എന്നുള്ളത്. ഡ്രഗ്ലെസ് തെറാപ്പിയാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സപ്ലിമെൻറ്റ്സ് ആയിരിക്കും കൊടുക്കുന്നത്, ഫുഡ് സപ്ലിമെൻറ്റ്സ്, അല്ലാതെ ഒരു തരത്തിലുള്ള മരുന്നുകളും ഇന്ന് വരെ നാച്ചുറോപ്പതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ആയുർവേദത്തിൽ മരുന്നുകളുണ്ട്. 2നെയും കോമ്പിനേഷനിലാണ് യഥാർത്ഥത്തിൽ മാജിക്കുകൾ സംഭവിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ചില കാര്യങ്ങളിൽ ആയുർവേദമായിരിക്കും നമുക്ക് നല്ല റിസൾട്ട് തരുന്നത്, ചില കാര്യങ്ങൾ നാച്ചുറോപ്പതി ആയിരിക്കും നല്ല റിസൾട്ട്, ചില കാര്യങ്ങൾ ഇതിനൊരു കോമ്പിനേഷനിലായിരിക്കും നല്ല റിസൾട്ട് തരുന്നത്. ബേസിക്കലി പറഞ്ഞാൽ ആയുർവേദം എന്നുള്ളത് വാതപിത കഫ നേച്ചേഴ്സിനെ ബാലൻസ് ചെയ്തുകൊണ്ടുള്ള, ഈ ത്രിദോഷങ്ങളെ ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒന്നാണ്. നാച്ചുറോപ്പതി എന്ന് പറഞ്ഞാൽ പഞ്ചമഹാഭൂതങ്ങളിൽ ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒന്നാണ്. 2, നാച്ചുറോപ്പതി എന്ന് പറഞ്ഞാൽ ഡ്രഗ്ലെസ് തെറാപ്പിയാണ്. ആയുർവേദം എന്ന് പറഞ്ഞാൽ ഡ്രഗുകളുണ്ട്, പക്ഷേ അത് ഏതൊക്കെ കണ്ടീഷനിലാണ് കൊടുക്കേണ്ടത് മനസ്സിലാക്കി കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സ് ആണ്. ആൻഡ് ഇതിൽ യു ആർ ഓൾസോ യോഗിക് സയൻസിലെ അതായത് BNYS എന്ന് പറഞ്ഞാൽ ബാച്ചലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ്. അപ്പൊ ഇതില് യോഗയുണ്ട്. യോഗ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ദിവസവും നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒന്നാണ്. യോഗയും എഗെയിൻ ചേച്ചി, യോഗയെ പറ്റി പറയുമ്പോഴേ നമ്മൾ യോഗ ഭയങ്കര റിസൾട്ടാണ് എല്ലാവരും, അല്ലേ? ആളുകൾ ഒരുമിച്ച് യോഗ ചെയ്യാണ്, ഒരു ജനറൽ യോഗയാണ് ചെയ്യുന്നത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, യോഗയിൽ എല്ലാ ആസനകളിലും ഇൻഡിക്കേഷനും കോൺട്രാ ഇൻഡിക്കേഷനും ഉണ്ട്. ചില ആസനകൾ ചില കണ്ടീഷനിൽ ചെയ്യാം, ചില കണ്ടീഷനിൽ ചെയ്യാൻ പാടില്ല. യോഗയെ കൂടുതൽ കൺസൾട്ടേഷന് ശേഷം ടൈലർ മെയ്ഡ് ആക്കണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. മേക്ക് സെൻസ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ യോഗയ്ക്ക് 100% റിസൾട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ചിലപ്പം എല്ലാവർക്കും പറ്റിയ കാര്യങ്ങൾ. ഫോർവേഡ് ബെൻഡിങ് എന്നുള്ളത് ബാക്ക് പെയിന് വേണ്ട, ബാക്ക്വേർഡ് ആണ് വേണ്ടത്. അപ്പോൾ പക്ഷേ സൂര്യ നമസ്കാരം പോയി ബാക്ക് പെയിൻ ഉള്ള ഒരാൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഓരോരുത്തരുടെ കണ്ടീഷൻ, ഇപ്പം ബട്ടർഫ്ലൈ ആസന, അത് മെൻസ്ട്രൽ ഇഷ്യൂസ് ഉള്ളവർക്ക് വളരെ നല്ലതാണ്. ഒരു ജനറൽ ആസന സെഷനിൽ ചിലപ്പോൾ ബട്ടർഫ്ലൈ ആസന വേണമെന്നില്ല. അപ്പോൾ എന്താണ് നമ്മളുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച്, നമ്മളുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണെന്ന് അനുസരിച്ച് ആ യോഗയെ ഫിക്സ് ചെയ്യുക, കൺസൾട്ട് ചെയ്തതിനു ശേഷം യോഗ തീരുമാനിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ബേസിക് തോട്ട്. അപ്പോൾ ഇൻഡിക്കേഷൻസിലേക്ക് മാത്രം പോകാൻ പറ്റും. കറക്റ്റ്. കോൺട്രാ ഇൻഡിക്കേഷൻ ഒഴിവാക്കാൻ പറ്റും. കറക്റ്റ്. അപ്പം നമ്മൾക്ക് ഒരു റൂമിൽ, ഇപ്പം നമ്മൾ ഈ റൂമിൽ ചിലപ്പോൾ 10 പേരുണ്ടാവും, 10 പേർക്ക് ഒരേ ആസന അല്ലല്ലോ കൊടുക്കണം. അപ്പം അത് ടൈലർ മെയ്ഡ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ യോഗ എന്നുള്ള നമ്മുടെ തോട്ട്. ഓക്കെ. ആൻഡ് ഇനി വാട്ട് ഈസ് യുവർ സ്വപ്നം? ഇനി ഇപ്പൊ ഒരു സ്വപ്നത്തിന്റെ ഒരു സ്വപ്നമല്ല, ഈ സ്വപ്നം തന്നെയാണ് ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞു. ഇനി വാട്ട് ഈസ് നെക്സ്റ്റ് വിത്ത് ആത്മ? ശരി, ആത്മ ഈസ് ദ ഗ്രോയിങ് സ്റ്റേജ്. അപ്പോൾ ഒരു 2030 2030 ആത്മയിൽ ഒരു 50 ബ്രാഞ്ച് എന്നുള്ളതാണ് നമ്മളുടെ സ്വപ്നം. അത് പോസിബിൾ ആണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം പൈപ്പ് ലൈനിലുണ്ട് നമുക്ക് കുറേ അധികം നല്ല പ്രോപ്പർട്ടീസ്, നല്ല ആളുകളൊക്കെ. ടച്ച്വുഡ് അങ്ങനെ സംഭവിക്കട്ടെ, ആളുകൾക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും മടിയില്ല. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി പറഞ്ഞാൽ ആളുകൾ നമ്മളോട് അവസാനം പറയുന്നത് എന്തെങ്കിലുമൊക്കെ നമുക്കും കൂടെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയണേ എന്ന് പറഞ്ഞിട്ടാണ് ഈ കോൺവെർസേഷൻസ് ക്ലോസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അതുപോലത്തെ നല്ല സ്ഥലങ്ങൾ കിട്ടണം ചേച്ചി. നമുക്ക് ആളുകൾക്ക് വന്ന് വി ആർ ഡൂയിങ് ഫോർ മിനിമം 7 days. അപ്പോൾ ഒരു 7 ദിവസം വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ വേണമല്ലോ നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തത്. അല്ലാതെ ഒരിക്കലും സിറ്റിയുടെ നടുക്ക് കൊണ്ട് പാർക്ക് ചെയ്യേണ്ട ഒരു സ്ഥലമല്ല ഇത്. അതെ, വെൽനെസ് ആണ് ഉദ്ദേശമെങ്കിൽ അത് യു ഷുഡന്റ് ഡു ഇറ്റ്. അപ്പം ബേസിക്കലി പറഞ്ഞാൽ എത്ര വലിയ
സെലിബ്രിറ്റി ആണെങ്കിലും അവർ ഫ്രീ ആയിട്ട് നടക്കാനാണ് നമ്മളോട് വരുന്നത്. അതെ. അവിടെ സെൽഫിയുടെ ബഹളം ഉണ്ടാവാൻ പാടില്ല, അവിടെ നഗരത്തിൻ്റെ തിരക്കുകൾ ഉണ്ടാവാൻ പാടില്ല. സോ അങ്ങനത്തെ തിരക്കുകളൊന്നും ഇല്ലാത്തൊരു 50 സ്ഥലത്ത് ഇന്ത്യയിൽ ആത്മേനെ ഈ പറഞ്ഞൊരു 4 വർഷം കൊണ്ട് സെറ്റ് ചെയ്തെടുക്കണം എന്നാണ്. പിന്നെ നമ്മൾ 10 രാജ്യങ്ങൾ നമ്മളുടെ പ്രസൻസ് എന്താണെങ്കിലും ഈ 4 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്യും. ഐ ലൈക്ക് ദ കോൺഫിഡൻസ്. ക്രിയേറ്റ് അച്ഛനും അമ്മയും എന്താ പറയുന്നത്, അന്ന് 21ാമത്തെ വയസ്സിൽ മോൻ സ്വന്തമായി ബിസിനസ്സിന് 10 ലക്ഷം ലോൺ എടുത്ത് ഇറങ്ങിയപ്പോ വിചാരിച്ചോ? അച്ഛനും അമ്മയും ഇപ്പോഴും എനിക്ക് വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല. അവരിപ്പോഴും അങ്ങനെ തന്നെ. അമ്മയ്ക്ക് ഇപ്പോഴും ഒരു PSC ഞാൻ എഴുതിയാൽ കൊള്ളാം എന്നുള്ള തോട്ട് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഓക്കെയാണ്, അവർ ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മളുടെ പല ഈ പറഞ്ഞ ഹൈറ്റ്സ് ഉണ്ടാവുന്ന പോലെ തന്നെ നമുക്ക് ചില താഴ്ചകൾ ഉണ്ടാവുമല്ലോ. ആ താഴ്ചകളിലൊക്കെ നമ്മളെ പിടിച്ചു നിർത്തിയത് അമ്മയും അച്ഛനൊക്കെ തന്നെയാണ്. പിന്നെ അനിയനിപ്പം നമ്മുടെ കൂടെ കൂടി. അനിയനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് അവൻ MBA ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തുകൊണ്ട് ആത്മയുടെ ഡയറക്ടറായിട്ട് ഒഫീഷ്യലി വന്നു. അപ്പം വീട്ടിൽ വലിയ പ്രശ്നമില്ല, ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ എല്ലാവരും ഹാപ്പിയാണ്. ഇനിയിപ്പം അതിങ്ങനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാന്നുള്ള യാത്രയിലാണല്ലോ. അമ്മ ഇപ്പോഴും പക്ഷെ വിശ്വസിക്കുന്നത് ഈ കല്യാണം നടക്കാത്ത ഞാൻ ബിസിനസ്സുകാരനായോണ്ടാണ് എന്നാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, വീട്ടിൽ നിന്നും നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യമാണല്ലോ, ഞാനത് ഒരിക്കലും ചോദിക്കില്ല, നീ തന്നെ പറഞ്ഞോണ്ട്. അല്ലല്ല, അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ മാർക്കറ്റിൽ ഡള്ളായത് അതിന്റെ പേരിലാണ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ അത് ഗവൺമെന്റ് ജോലി ആയിരുന്നെങ്കിൽ എന്നൊരു തോട്ടുണ്ട്. ശരിയായിരിക്കും, ഗവൺമെന്റ് ജോലി ആയിച്ചാൽ നമ്മൾ നേരത്തെ കിട്ടും, കാരണം വേറെ ഒന്നും ജീവിതത്തിൽ ചെയ്യാനില്ലല്ലോ, ഒന്നും ചെയ്യാനില്ലോ, മരവിച്ചല്ലോ നമ്മള്. അതായത് അവര് പറയുന്ന സാധനം അവര് പറയുന്ന സമയത്ത് അവര് പറയുന്ന പോലെ ചെയ്യുക എന്നുള്ളതാണല്ലോ ബേസിക്കലി ഗവൺമെന്റ് ജോലിയുടെ തോട്ട്. സ്വന്തമായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോ അതുകൊണ്ട് ഗവൺമെന്റ് ജോലിയാണ് ചിലപ്പോ സംഭവം ശരിയാണ് അമ്മ പറയുന്നത്. അതല്ല, സമയമില്ല, ഒരു സമയമില്ല, നമുക്കതൊന്നും ഇപ്പൊ നമ്മുടെ തോട്ടേ അല്ല. ബിക്കോസ് അത് വേറെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അത് നമ്മൾ മാത്രം ചെയ്യേണ്ടതാണ്. അത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ചെയ്യുന്നത്. ഇപ്പൊ ചേച്ചിയോട് ഇന്റർവ്യൂ ചെയ്യുന്ന എനിക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഡെലിഗേറ്റ് ചെയ്യും. പക്ഷെ ഇപ്പൊ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു ചിന്തകൾക്കും സ്ഥാനമേ ഇല്ല. വെരി ഫോക്കസ്ഡ് ഓൺ ഗ്രോത്ത്. എന്റെ ചുറ്റുമുള്ള ആരും എന്നെ സജസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ ജീവിചാരനോട് ചോദിച്ചാൽ ജീവിചാരൻ പറയണം, നീ ഇപ്പൊ നോക്കുകയും ചെയ്യരുത് കേട്ടോ, നിന്റെ സമയം ഞാൻ പറയുള്ളൂ, ഇപ്പൊ മാത്രമായിട്ട് ലിമിറ്റ് പിന്നെ സംഭവിക്കണമെങ്കിൽ സംഭവിക്കട്ടെ, അതല്ലേ. അല്ലാതെ അതിനൊന്നും നമുക്ക് അതിനൊന്നും സമയമില്ല. അപ്പം അമ്മയെ അച്ഛനെ സംബന്ധിച്ചത് അതാണ് അവരുടെ കൺസേൺ. പാവങ്ങള് അവര് ജെന്യുവിൻ ആയിട്ട് അവരുടെ ആഗ്രഹമല്ലേ. ഇപ്പോ ഓൾമോസ്റ്റ് കമ്മിങ് ടു ദി എൻഡ് ഓഫ് ഇറ്റ്. ഓക്കെ, അത്രയും മടിച്ചകളാണ് വീട്ടിൽ ഇരിക്കുന്നു. അവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് അവരുടെ ഹെൽത്ത് ബെറ്റർ ആക്കാൻ പറ്റുന്ന ഒരു 5 ടിപ്പ് കൊടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട്. ഫസ്റ്റ് ടിപ്പ്, കട്ട് യുവർ വൈറ്റ് ഷുഗർ എന്നുള്ളതാണ്. വെള്ള പഞ്ചസാര ഈസി ആയിട്ട് പോയി. അതല്ലേ ജി, അതാണ് ഏറ്റവും എഫക്റ്റീവ്. അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും എഫക്റ്റീവ്. പിന്നെ ഈ പറയുന്നത് പോലെ ഈ ഡിന്നർ ടു ബ്രേക്ക്ഫാസ്റ്റിന്റെ ഗ്യാപ്പ് മാക്സിമം കൂട്ടാൻ പറ്റിയാൽ നല്ലതാണ്. ഐഡിയൽ എത്രയായിരിക്കും? ഐഡിയൽ 16 മണിക്കൂർ. പക്ഷെ 12 മണിക്കൂറെങ്കിലും നമ്മൾ ബേസിക്കലി കൊടുക്കുക എന്നുള്ളതാണ് ബേസിക് മാന്യത. ഇന്ന് വൈകുന്നേരം ഞാനൊരു 8 മണിക്ക് കഴിച്ചാൽ നാളെ രാവിലെ 8 മണി വരെ എങ്കിലും ബേസിക് മര്യാദ. കുറവാണ്, വളരെ കുറവാണ്. പക്ഷെ അത് ചെയ്താൽ തന്നെ വലിയ വ്യത്യാസം ഉണ്ടാവും. അതിന് കാരണം കൂടെ പറഞ്ഞു കൊടുക്കൂ. അതാണ് നമ്മളുടെ ഓർഗൻസിന് ഇപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് റെസ്റ്റ് എടുക്കാൻ സമയം വേണം, വേണ്ടേ? അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 5-6 മണിക്കൂർ കഴിഞ്ഞാണ് ഇത് ഡൈജസ്റ്റ് ആവുന്നത്, അല്ലേ? ഇപ്പൊ രാത്രി 10 മണിക്ക് ആഹാരം കഴിച്ചാൽ എപ്പോഴാണ് ഡൈജസ്റ്റ് ആവുന്നത്? വെളുപ്പിനെ ഡൈജസ്റ്റ് ആവും. നമ്മുടെ വിചാരം എന്താണ്? രാത്രി 11 മണിക്ക് നമ്മൾ ഉറങ്ങിയപ്പോൾ തൊട്ട് നമ്മുടെ സിസ്റ്റം മുഴുവൻ റെസ്റ്റിലാണ് എന്നുള്ളതാണ്, ഡൈജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഐഡിയലി നമുക്ക് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് കൊടുക്കുന്ന റെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2-3 മണിക്കൂർ മാത്രമാണ്. 2-3 മണിക്കൂർ മാത്രം ഉറങ്ങിയിട്ട് ചേച്ചിക്ക് എത്ര ദിവസം ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എത്ര ദിവസം? അപ്പോൾ അങ്ങനെയുള്ള ക്രൂരത കാണിച്ചിട്ടും നമ്മൾക്ക് ഇപ്പോഴും വലിയ രോഗങ്ങളൊന്നും വരാത്തത് നമ്മുടെ ശരീരത്തിന്റെ ഘടന, അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രീതിയാ. ഒന്നത് ഞാനെപ്പോഴും പറയുന്നത് ശരീരത്തിന്റെ ഒരു എന്താ പറയാ, അവര് തരുന്നൊരു ഡേയുടെ ഭാഗമായിട്ടാണ്. അത്രയും ഉപദ്രവിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് അവരെ നമ്മൾ അത്ര ഉപദ്രവിച്ചിട്ടും ശരീരം നമ്മൾ അങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവര് തരുന്ന ദയയിലാണ് നമ്മളുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ early dinner and dinner to breakfast minimum 12 hours gap and sugar cut എന്നുള്ളതാണ്. Drink minimum 2.5 liters of water. Drink minimum 2.5 liters of water എന്നുള്ളതാണ്. അതായത് ബേസിക്കലി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 25 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം വേണം എന്നുള്ളതാണ്. ബേസിക്കലി 20 കിലോ തൊട്ട് പറയുന്നുണ്ട്, പക്ഷേ 25 കിലോയ്ക്കെങ്കിലും 1 ലിറ്റർ വെള്ളം എന്നുള്ളതാണ്. അപ്പോൾ ഒരു 75 kg അല്ലെങ്കിൽ 70 kg ഒക്കെ ഉള്ള ആളാണെങ്കിൽ 2.5 ലിറ്റർ എന്നുള്ളത്
മാൻഡേറ്ററി ആയിട്ട്. ഞാൻ ഒട്ടും ചെയ്യാത്തൊരു കാര്യമായിരുന്നു. ഞാൻ ഒരു 3 വർഷം നാച്ചുറോപ്പതി ചെയ്യുന്നതിന് മുമ്പ് വരെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കില്ലായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കില്ലായിരുന്നു. കാപ്പി അങ്ങനെയൊക്കെ കുടിക്കുമായിരുന്നു, വെള്ളമായിട്ട് കുടിക്കില്ലായിരുന്നു. നാച്ചുറോപ്പതി എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 2-2.5 ലിറ്റർ വെള്ളം കുടിക്കും. അതൊരു ബ്യൂട്ടിഫുൾ ചേഞ്ച് ആണ്. ഞാനിപ്പം ഇങ്ങോട്ട് വന്നപ്പോ എന്റെ കയ്യിൽ ഒരു കുപ്പി ഞാൻ വെള്ളം കണ്ടു, മാത്രം- എന്റെ എപ്പോഴും എൻ്റെ കയ്യിൽ ഒരു കുപ്പിയുണ്ട്. എന്റെ കയ്യിൽ ഒരു കുപ്പി വെള്ളം മാത്രമേ ഉള്ളൂ. അതെ. ഞാൻ ഇന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ആലോചിച്ചു ഹൈപ്പാഡ് എടുക്കണം, ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, Yeah. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ. പക്ഷെ ആ വെള്ളം എന്നുള്ളതാണ്. അപ്പൊ ആ വെള്ളം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അഞ്ചാമത് ചേച്ചി മലയാളിയോട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എങ്കിലും പറയണം, ട്രൈ ടു റെഡ്യൂസ് റിഫൈൻഡ് ഫ്ലോർ ആൻഡ് ഓയിൽ, ലൈക്ക് മൈദ, എണ്ണ. ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ ആവശ്യമില്ലെന്നുള്ളതൊന്ന് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറയ്ക്കൂ എന്നുള്ളതാണ്. നമ്മളുടെ ശീലമാക്കാതിരിക്കൂ എന്നുള്ളതാണ്. പൊറോട്ടയും ബീഫും ഇഷ്ടമുള്ളവരായിരിക്കും. പൊറോട്ടയും ബീഫും കഴിച്ചോട്ടെ ചേച്ചി, കഴിച്ചോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. മാസത്തിൽ 1-2 കഴിച്ചോട്ടെ. പക്ഷെ പൊറോട്ടയും ബീഫും ഇല്ലാത്ത മാസത്തിൽ 1-2 ദിവസമായി മാറുന്നുണ്ട്. അയ്യോ എന്റെ അമ്മേ, എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഡെയിലി ബിരിയാണി, ഡെയിലി മന്തി. അപ്പൊ ഞാൻ ആൾക്കാരോട് പറയുന്നത് ഈ മലയാളി ആയതുകൊണ്ട് അതാണ്. ഇപ്പൊ നമ്മൾക്ക് എപ്പോഴും ചേച്ചി ഒരു കാര്യമുള്ളൂ, ഈ ഡയറ്റ് കൊടുക്കുന്നേക്കാളും നല്ലത് കോമൺ സെൻസ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ തോട്ട്. നിങ്ങൾക്ക് ഒരു ഡയറ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല, പക്ഷെ ചില കോമൺ സെൻസ് കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ പ്ലേറ്റ് ബാലൻസ്ഡ് ആവണം, അതിലൊരു മിനിമം കാർബ് ഉണ്ടാവണം, കുറച്ച് ഫൈബർ ഉണ്ടാവണം, കുറച്ച് നല്ല പ്രോട്ടീൻ ഉണ്ടാവണം, നല്ല ഫാറ്റ് ഉണ്ടാവണം. ഇത് ബേസിക് തോട്ടാണ്. യു ഗോ ടു പഞ്ചാബി ധാബ, യു ഗോ ടു ഐഡലി കഫേ, യു ഗോ ടു ബൃന്ദാവൻ, എനിവെയർ, ഇത്ര സാധനം ഈ കോമൺ സെൻസ്. ഈ പാരഗണി പോയിട്ട് ഇത് ചിന്തിച്ചാൽ മതി, ഇത്രേ ഉള്ളൂ. നല്ല ഫാറ്റ് ഉണ്ടോ, കുറച്ച് ഫൈബർ ഉണ്ടോ, കാർബ് കുറവാണോ, പ്രോട്ടീൻ ഉണ്ടോ. നിങ്ങൾ എന്ത് ഓർഡർ ചെയ്തു? ബിരിയാണി ഓർഡർ ചെയ്തു, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ബിരിയാണി ഓർഡർ ചെയ്യുമ്പോൾ ഈ കോമൺ സെൻസ് ഉണ്ടാവുക, മറ്റേ സാധനങ്ങളും വേണം. അതിലൊരു ബാലൻസ് ഉണ്ടാവുക. അതിൽ ബാലൻസ് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റും, നമ്മളുടെ വയറ് ഫുള്ളായിരിക്കും, നമുക്ക് ഹെവിനെസ് ഫീൽ ചെയ്യത്തില്ല, ബോഡിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടും. ഒരു ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഉറക്കം തൂങ്ങുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം നമുക്ക് എനർജി അല്ല തന്നത്, നമ്മളുടെ എനർജി അവർ എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ഈ ഉറക്കം തൂങ്ങുന്നത്. നമ്മൾ ബിരിയാണിയും ഹെവി സദ്യയൊക്കെ കഴിച്ചിട്ട് ഉറക്കം തൂങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് എനർജി തന്നിട്ടില്ല, നമ്മളുടെ എനർജി എടുക്കുകയാണ്. അപ്പൊ എനർജി തരികയാണെങ്കിൽ നമുക്ക് എനർജി അല്ലേ വേണ്ടത്. ഒരു സാധനം നമ്മൾ മൂഡ് ഓഫ് ആവും, നമ്മൾ കിടന്നുറങ്ങുന്നെങ്കിൽ ഹെവി ഒരു താങ്ങാൻ മേലാത്ത ഭക്ഷണം കഴിച്ചാൽ ആ ദിവസം പോയി. അത് കഴിഞ്ഞ് നിങ്ങൾ കിടന്നുറങ്ങും, പിന്നെ വേണ്ട സമയത്ത് എണീക്കും. ഉറക്കത്തിനൊരു സുഖമുണ്ട്, അതൊരു വൃത്തിയുടെ സുഖം. പിന്നെ എനിക്കിപ്പോ അതെ അത് അതാ ഞാൻ പറഞ്ഞേ ചേച്ചി, അതും ഒഴിവാക്കണം എന്നല്ല കേട്ടോ, അതും വൺസ് ഇൻ എ വൈൽ. നമ്മളൊക്കെ മനുഷ്യരാണ്, എവറിത്തിങ് ബാലൻസ്. ഈ വേണ്ടാത്ത കാര്യങ്ങൾ ശീലമാവരുത് എന്നുള്ളതാണ് എന്റെ റിക്വസ്റ്റ്. വേണ്ടാത്ത കാപ്പിയും ചായയും കുടിക്കാം, പക്ഷെ കാപ്പി കുടിച്ചില്ലെങ്കിൽ തലവേദന വരുന്ന സിറ്റുവേഷനിലേക്ക് പോവാതിരിക്കുക എന്നുള്ളത്. ചായ കുടിക്കാവോ, കുടിച്ചോളൂ, ഈ വിരോധമൊന്നുമില്ല. ഞാനും കാപ്പി കുടിക്കുന്ന ആളാണ്, ഞാൻ 2 നേരം കാപ്പി കുടിക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് കാപ്പി കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. എനിക്കിന്ന് കാപ്പി കിട്ടിയിട്ടില്ലെന്ന് ഒരു പ്രശ്നം എനിക്കില്ല. എപ്പോഴാണോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇല്ലാതെ വരുമ്പോൾ നിങ്ങൾ ഇറിറ്റേറ്റഡ് ആകുന്നത്, ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിക്കോ അത് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാത്തതാണ് എന്നുള്ളത്. അതാണ് നമ്മളുടെ പ്രശ്നം. ഇനി I have a small segment. Okay, it's called How Rooted Are You? എത്രയാണ് നാടിനോട് അടുത്ത് നിൽക്കുന്നത്? ഒറ്റ വാക്ക് കേരളം എന്ന് പറയുമ്പോൾ ഉണ്ടോ ഒരു വാക്ക്? കേരളം ചേച്ചി എനിക്ക് സ്വർഗ്ഗാണ്, അതിനപ്പുറം ഒന്നുമില്ല. ഞാൻ എല്ലാ രാജ്യങ്ങളിലും യാത്ര ചെയ്യും, പക്ഷെ ഒരിക്കലും എവിടെയും സ്ഥിരതാമസാക്കത്തില്ല, ഈ നാട്ടിലല്ലാതെ. ഞാനും എന്നെ കണ്ടാ പറയില്ലെങ്കിലും. കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താ? എന്റെ നാടാണ് ചേച്ചി, ഐമനം എന്റെ നാടാണ്. എനിക്കത് അവിടുത്തെ ആൽത്തറ അമ്പലമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കേരളത്തില് വേറെ എല്ലാം ഇഷ്ടമാണ് കേട്ടോ. ഞാനിങ്ങനെ കേരളത്തിലെ മൂന്നാറും വാഗമണ്ണും കുമരകവും ഒക്കെ ഇഷ്ടമാണെങ്കിലും എനിക്ക് ഐമന അമ്പലവും ആൽത്തറയൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ്. ഡോക്ടർ അഭിജിത്തിലുള്ള ഏറ്റവും മലയാളി ട്രെയ്റ്റ് എന്താ? ഫുൾ മലയാളിയാണോ? അല്ല 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 അല്ല, ഞാൻ ഫുൾ മലയാളി അല്ല. ഏറ്റവും ഞാൻ എനിക്ക് ഭയങ്കര ഈഗോ എനിക്ക് അത് ഭയങ്കര മലയാളിയുടെ ഒരു ട്രെയ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അഭിജിത്തിന് ഒരു മലയാളിത്വം ഉള്ള ഒരു സംഭവം എന്താ? എനിക്ക് ഉത്സവം പ്രാന്താണ്. അത് പ്രാന്തായിരിക്കും, കാരണം എവിടെ ഉത്സവം നടന്നാലും ഉത്സവം പ്രാന്ത്. നമ്മൾ എമർജൻസി മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു എഴുന്നള്ളത്തൊക്കെ കണ്ടാൽ ഇറങ്ങി നിന്ന് ഏതാ ആനാന്നൊക്കെ നോക്കി ഒന്ന് അതുണ്ട്. കറക്റ്റ്, അമ്പലത്തിൽ ഉത്സവം അത് പ്രാന്തുണ്ട്. ഓക്കെ, കേരളത്തിൽ ഞങ്ങളൊന്നും അധികം പോവാത്ത ഏതെങ്കിലും ഒരു സ്ഥലം ദാറ്റ് യു ഹാവ് ബീൻ ടു സജസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ? ഞങ്ങൾക്ക് ഒരു പക്ഷെ ഞങ്ങൾ പോയിട്ടുണ്ടാവില്ല. സജസ്റ്റ് ചെയ്യാൻ 1-2 സ്ഥലമുണ്ട്. ഒന്ന് ഈ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു കടയുണ്ട്, വാസുവേട്ടന്റെ കട എന്ന് പറഞ്ഞൊരു കടയുണ്ട്, ഈ ആതിരപ്പള്ളിക്ക് അടുത്ത്. അത് നിങ്ങൾ ഒന്ന് പോയി ചെക്ക് ഔട്ട് ചെയ്യേണ്ട സ്ഥലമാണ്. വാസുവേട്ടന്റെ കട
പാസ്വേഡിന്റെ കട എന്നുള്ളത് അധികം എല്ലാവരും പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോയിട്ടില്ല. നമ്മൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല. ഒന്ന് ഉറപ്പായിട്ടും പൊക്കോളൂ. ഓക്കെ നിങ്ങൾ ഓക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഓക്കെ. സ്ഥലമാണ്. അവിടെ എന്താ ഉള്ളേ? എല്ലാം എല്ലാം ഉണ്ട്, ഉണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ. ആ. അപ്പോൾ അതൊരു ഗംഭീര സ്ഥലമാണ്. പിന്നെ കുറെ ഈ പറഞ്ഞ ഈ എനിക്ക് ഈ ടെമ്പിൾസിന്റെ ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണ്. ഓ ഓക്കെ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഏതെങ്കിലും അമ്പലം? ഇപ്പൊ നമ്മളുടെ പെരുവനം ആ. അമ്പലമുണ്ട്. പെരുവനം അമ്പലത്തിന്റെ പ്രത്യേകത ആണ്, പെരുവനം അമ്പലത്തിന്റെ കവാടത്തിൽ അന്ന് ഉണ്ടാക്കിയ കവാടത്തിൽ എക്കോ വരത്തില്ല എന്നാ ഓ. പറയുക. അത് ഈ റസൂൽ പൂക്കുട്ടിയും അവരൊക്കെ വന്നതിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അത് വൺ ഓഫ് ദ വേൾഡ് തന്നെ റെയറസ്റ്റ് അക്രമിച്ചാണ്. കൺസ്ട്രക്ഷൻ ആണ് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു വെറൈറ്റി സംഭവമായിട്ട് ഇപ്പൊ തോന്നിയിട്ടുണ്ട്. കുറെ സെലിബ്രിറ്റീസ് ആയിട്ട് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എങ്ങനത്തെ സിനിമയാണ് ഇഷ്ടപ്പെട്ട സിനിമ? ഞാൻ ഭയങ്കര ഫീൽ ഗുഡിന്റെ ആളാണ്. ഞാൻ വേറെ സിനിമ കാണുന്നില്ല. അപ്പൊ ഒരു 2-3 പടം ഞാൻ ഫീൽ ഗുഡ്. ഇപ്പം അതിപ്പോ കാണുമ്പോഴും അറിയാം. യു സർവ ലൈക്ക് ഓൾ ലൈക്ക് സർവമായ അല്ലേ? സർവമായ എന്റെ മനസ്സിൽ വന്നു. ആളുകൾക്ക് എല്ലാവർക്കും വർക്കായില്ലെങ്കിൽ എനിക്ക് ഹൃദയം വർക്കായ സിനിമയാണ്. ഞാൻ അങ്ങനത്തെ പ്രേമം. ആ ആ ആ. അതിന്റെ ആ പ്രേമത്തെക്കാളും വർഷങ്ങൾ മറ്റേ വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷമല്ല, അല്ല. സോറി, ഹൃദയ മറ്റേ മോഹൻലാലിന്റെ സത്യനന്ദിക്കാടിന്റെ മാളവികയുടെ കൂടെയുള്ള മറ്റേ ഹാർട്ട് മാറ്റി വെച്ച് ഹൃദയപൂർവ്വം. ഹൃദയപൂർവ്വം എനിക്ക് അങ്ങനത്തെ പടം ഞാൻ ഭയങ്കര ഏറ്റവും എൻജോയ് ചെയ്യുന്നത്. എനിക്ക് ഈ മറ്റേ പടങ്ങളൊന്നും ഒന്നും വെറുക്കാവില്ല. ഇല്ലില്ല. എന്റെ ക്ലോസ് ഫ്രണ്ട്സിന്റെ പോലും പടം ഞാൻ കാണത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ടിക്കറ്റ് ഒക്കെ വേണമെങ്കിൽ എടുക്കും. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബുക്ക് മൈ ഷോ ഞാൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുന്നല്ലാതെ പോകാൻ പറ്റില്ല. പാടയച്ചത് 2.5 മണിക്കൂർ എനിക്ക് മാർക്കോ ഒന്നും വർക്കാവത്തില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കേരളത്തില്, മലയാളി ഭക്ഷണം? പിന്നെ ഞാൻ ഇഡലിയുടെ ഒക്കെ ആളാണ്. ഞാൻ ഈ സദ്യയുടെ ഒന്നും ആളല്ല. ഞാൻ ഇഡലി, ദോശ, മൈ ഫേവറേറ്റ്. ഞാൻ അതിൻ്റെയൊക്കെ ആളാണ്. അല്ലാതെ എനിക്ക് കേരള സദ്യ ഒന്നും മീൻസ് അങ്ങനെയല്ല, മോശമെന്നല്ല, എനിക്ക് അത്ര വർക്കായിട്ടില്ല. കാരണം അത്രയും കൂടുതൽ ഭക്ഷണമൊക്കെ ഒരാൾക്ക് വിളമ്പി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് തങ്ങളുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ടായിരിക്കും. അതെ, എന്തോരം ഭക്ഷണം അല്ല ശരിക്കും അങ്ങനെയല്ല കേട്ടോ. കേരള സദ്യ ഹെൽത്തി ഇൻ ദ സെൻസ് അതൊരു ഒക്കേഷനിലാണല്ലോ. ഒക്കേഷനിൽ പോലും കേരള സദ്യ ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സദ്യ എടുത്തു നോക്കിയാൽ സദ്യയിൽ വിളമ്പുന്നതെല്ലാം വളരെ ഹെൽത്തി ആയിട്ടാണ്. കാരണം നിങ്ങൾക്ക് കുറച്ച് കഴിക്കേണ്ട സാധനം കുറച്ച് മാത്രമേ ഇലയിലുള്ളൂ. അച്ചാർ കുറച്ചാണ്, ഉപ്പ് കുറച്ചാണ്, നാരങ്ങ കൂടുതൽ കഴിക്കേണ്ട, അവിയൽ കൂടുതലാണ്, തോരൻ കൂടുതലാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇലയിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അവിടെയാണ് ചോറിടേണ്ടത്. അല്ലാതെ 4 പ്രാവശ്യം ചോറിടുന്ന അല്ല കേരള സദ്യ. അവിടെ ചോറിട്ടാൽ നിങ്ങളുടെ കാർബ് കുറവാണ്, ഫൈബർ കൂടുതലാണ്, ഭയങ്കര ബാലൻസ്ഡ് ആണ് ആക്ച്വലി. അത് ഒക്കേഷണലി ഉള്ള മലയാളിയുടെ സ്വഭാവത്തിന് വേണ്ടിയാണ്, അതായത് ഡെയിലി അല്ല. 360 ദിവസം സദ്യ കഴിക്കുന്ന ആൾക്കാർ തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്. അപ്പൊ അവരാണ് നമ്മളുടെ ആത്മയുടെ പ്രതീക്ഷ. ഇപ്പൊ നമ്മള് ഇത് ഷോ തുടങ്ങിയ സമയത്ത് അഭി പറഞ്ഞിരുന്നു, ഞാൻ ഏറ്റവും കേരളം എനിക്ക് സ്വർഗമാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇവിടെ തന്നെ നിൽക്കാനാണ്. വാട്ട് ആ ഒരു റൂട്ടഡായി നിൽക്കാനുള്ള ഒരു തീരുമാനം എടുത്തത് വളരെ ചെറുപ്പത്തിൽ തന്നെയാണല്ലോ. അതിന് ഏറ്റവും കൂടുതൽ പ്രചോദനമായ കാര്യം എന്താണ്? വാട്ട് മേക്സ് യു സ്റ്റേ റൂട്ടഡ്? അങ്ങനെ എനിക്കൊരു റീസൺ പറയാൻ പറ്റുമോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ ചേച്ചി. ഇപ്പം ഞാൻ പഠിക്കാൻ വെളിയിൽ പോയിട്ടുണ്ട്. അവിടെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു പ്രശ്നം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എന്തിനാ ഇവർക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. 2, ഈ നാട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഫ്രീ ആണ് ചേച്ചി. നമുക്ക് വൈകിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെയൊക്കെ വന്ന് താമസിക്കാം. നമുക്ക് ചീത്ത പറയണമെങ്കിൽ അവരോട് വഴക്കുണ്ടാക്കാം. ഇതൊക്കെ എവിടെ പോയാൽ പറ്റും എനിക്കറിയത്തില്ല. അത് നമ്മളല്ലേ. ഇപ്പൊ എൻ്റെ കൂടെ ഇപ്പം കണ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാള് ആത്മീയ ഡയറക്ടറാണ്. കണ്ണൻ ചേട്ടൻ ഞാൻ ജനിക്കുമ്പോൾ തൊട്ട് തന്നെ അറിയാം. അവരുടെയൊക്കെ മുമ്പിൽ നമുക്ക് ഒരു തരത്തിലുള്ള ഒരു മാസ്കിങ്ങിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മുടെ സൈഡിലുള്ളപ്പോൾ പിന്നെ നമ്മൾ വേറെ സ്ഥലത്ത് പോയി അവിടെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് അവരെ കണ്ടുപിടിച്ച് അവരുമായിട്ട് ബന്ധം ഉണ്ടാക്കി അവരോട് നമ്മളിനി കൊള്ളാവുന്നവനാണെന്ന് വിശ്വസിപ്പിച്ച് അവരുടെ വിശ്വാസം നമ്മളിൽ കൊണ്ടുവന്ന് ഇതൊന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുക. എത്ര വലിയ യാത്രകൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പോകാം. ഞാനിപ്പോൾ അന്റാർട്ടിക്ക പോയതും ബ്രസീൽ, അർജന്റീന പോയതും US പോയതൊക്കെ അവിടെ നിന്നല്ലേ. അത് ഭയങ്കര സുഖമല്ലേ. നമുക്ക് ഒരാളോട് ഫേക്ക് ചെയ്യണ്ടല്ലോ. നമുക്ക് നമ്മളായിട്ട് തന്നെ ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കാൻ പറ്റും നമ്മുടെ ജനിച്ച നാട്ടിലാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അതെ, ഞാനും. അപ്പൊ ഫൈനലി ഒരു ടാറ്റ ബൈ ബൈ പറയുന്നതിന് തൊട്ട് മുമ്പ് ഡോക്ടർ അബി, ദ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് ആത്മ വെൽനെസിന്റെ പ്രേക്ഷകരോട് എന്തായിരിക്കും ഒരു ലാസ്റ്റ് മെസ്സേജ് എന്ന് പറയാൻ തോന്നുന്നത്? എനിക്ക് എത്ര വർഷം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല കാര്യം. ജീവിച്ചിരിക്കുന്ന കാലം എങ്ങനെ നിങ്ങൾ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് കാര്യം. എങ്ങനെയാണ് നമ്മൾ ജീവിച്ചിരുന്നത്? നമ്മളുടെ ഭാര്യയുടെയോ നമ്മളുടെ മകളുടെയോ
നമ്മളുടെ മകൻ്റെയോ നമ്മളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ കൈ പിടിച്ചോ അവരുടെ സഹായത്തോടു കൂടി സ്വന്തം കാര്യം നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഈ ലോകത്തില്ല. അങ്ങനെയാണ് സത്യം. നമ്മൾ ചുമ്മാ പറയുന്നതാണ് അവരുള്ളതുകൊണ്ട് ഇവരൊന്നുമില്ല. നമ്മൾ നമ്മളുടെ കാര്യം നോക്കി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. നമുക്ക് ബാത്റൂമിൽ പോകാനും നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നൊരു സമയം. അങ്ങനെ നിങ്ങൾക്ക് ഹാപ്പിയായി വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ മര്യാദയ്ക്ക് നടക്കുന്ന സമയത്ത് കുറച്ച് ഹെൽത്തിനെ പറ്റി കൺസേൺ ആവാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒരു കാര്യമില്ല. ബെഡിൽ കിടന്ന് വേറൊരാളുടെ സഹായത്തോടു കൂടി ജീവിക്കാതിരിക്കണമെങ്കിൽ ഓടി നടക്കുന്ന സമയത്ത് കുറച്ച് ബോധം ഉണ്ടായാൽ മതി എന്നുള്ളതാണ് സത്യം. ആ ബോധം ഹെൽത്താണ്. ആ ബോധം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ പറ്റിയുള്ള ബോധ്യമാണ്. അതെല്ലാവർക്കും ഉണ്ടാവണം. എല്ലാവരും ആ രീതിയിൽ ഹെൽത്തിനെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള. ആത്മീയ വരണം എന്നോ ഡോക്ടർ അഭിജിനെ കാണണമെന്നൊന്നും ഇല്ലേ. അതൊക്കെ ലോകത്തെ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻസിൽ ഒന്നാണ്. അതായത് നമ്മളൊക്കെ റീസെൻ്റ്ലി വന്ന ആൾക്കാരാണെന്നേ ഇതിനെപ്പറ്റിയൊക്കെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂടിയുണ്ട്. അവരുടെയൊക്കെ അടുത്തേക്ക് പോയാൽ മതി. ഇത് ലോകത്ത് എവിടെ ഇരുന്നാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ ടേക്ക് കെയർ ചെയ്യാൻ തീരുമാനിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ, കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുള്ള സ്നേഹം കാണിക്കേണ്ടത് അവരെ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു വിട്ടിട്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഭാര്യയോട് എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ അത് കാണിക്കേണ്ടത് അവരുടെ ഹെൽത്തിനെ പറ്റി കൺസേൺ ആവുക എന്നുള്ളതാണ്. അങ്ങനെ ആളുകൾ ഹെൽത്തിനെ പറ്റി ചിന്തിച്ചാൽ നമ്മുടെ നാട്ടിലൊരു വലിയ സോഷ്യൽ ചേഞ്ച് ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. പെർഫെക്റ്റ്. വെൽ ദെയർ വി ഗോ. ഐ തിങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്ന അത് തന്നെയാണ്. ബിക്കോസ് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം തന്നെയാണ്. അതിന് ആ ഇമ്പോർട്ടൻസ് നൽകി നമ്മൾ മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഏറ്റവും മികവുറ്റതാവുള്ളൂ. അത് ഓരോ ആൾക്കാരിലും ആ മാറ്റം വരുമ്പം ദ ഹോൾ പ്ലേസ് ചേഞ്ചസ്. എല്ലാവരിലും ആ ഒരുത്തരമ വരും, ആ മാറ്റം വരും. ആൻഡ് അതിലൂടെ നമ്മുടെ ചിന്താഗതിയും വളരെ ബ്യൂട്ടിഫുൾ ആവും. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ എ ബ്യൂട്ടിഫുൾ, ഹെൽത്തി ആൻഡ് ഹാപ്പി വേൾഡ്. ഡോക്ടർ അഭിജിത്ത്, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മീ. സച്ച് എ പ്ലെഷർ. എല്ലാവിധ ആശംസകളും. ഓക്കെ, it was so lovely meeting you.